അത് എവിടെയൊക്കെയാണ് നടപ്പാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതാണ്. UDF-ന്റെ നയമാണ് പറഞ്ഞത്. അത് ശ്രദ്ധിച്ചില്ലേ നിങ്ങൾ? ഇതിനാണ് ഒരു ഉപസമിതി രൂപീകരിച്ചിട്ടുള്ളത്. ആ ഉപസമിതി രൂപീകരിച്ചതിൻ്റെ റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. ആ റിപ്പോർട്ടുകൾ വെച്ച് ആയിരിക്കും തുടർന്നുള്ള നടപടികളുമായി മുമ്പോട്ട് പോകുന്നത്. 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് മാറിമറിഞ്ഞ UDF കൺവീനറുടെ നിലപാടാണ് ആ കേട്ടത്. ഓന്ത് പോലും നാണിച്ചു പോകും. അടൂർ പ്രകാശിന് മുന്നിൽ അധികാരത്തിൽ വന്നാൽ വാരിയെടുത്ത് ചവറ്റുകുട്ടയിലിടും. ഇനി അതും പോരെങ്കിൽ കീറിക്കളഞ്ഞ് അറബിക്കടലിൽ. ഇന്ന് കേരള സംസ്ഥാനത്തിന്റെ മന്ത്രിയായിരിക്കുന്ന ഷാജി സാഹിബിന്റെ വിഖ്യാതമായ വാക്കുകളാണ്. സംഘപരിവാറിന് മുന്നിൽ കീഴടങ്ങലാണെന്ന് പറഞ്ഞത് പഠിച്ചു മാത്രം പറയുന്ന പൂക്കി മുഖ്യമന്ത്രി VD സതീശൻ ഒരു കാര്യത്തിൽ സമ്മതിക്കാതെ വയ്യ. വഴിയെ പോകുന്ന വെടിയുണ്ടയെല്ലാം ചോദിച്ചു വാങ്ങുന്ന കഴിവുണ്ടല്ലോ, എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. കേന്ദ്ര സർക്കാരിനെ കൊണ്ട് അങ്ങ് പാർലമെന്റിൽ സമ്മതിപ്പിച്ചല്ലോ PM ശ്രീയിൽ നിന്ന് പിൻവാങ്ങാൻ കഴിയുമെന്നും കേരളം 5 പൈസ വാങ്ങിയിട്ടില്ല എന്നും. വരൂ, നമുക്ക് ഒരുമിച്ച് അഭിനന്ദിക്കാം ജബി മേത്തറിന്റെയും അബ്ദുൾ വഹാബിന്റെയും ആ നിസ്തുലമായ സേവനത്തെ. പണ്ട് കെ സുരേന്ദ്രൻ പറഞ്ഞൊരു വാചകമുണ്ട്, 35 സീറ്റ് മതി ഞങ്ങൾക്ക് കേരളം ഭരിക്കാനെന്ന്. 30 വേണ്ട, വെറും 3 മതിയെന്ന് 3 മാസത്തിനുള്ളിൽ തെളിയുന്നു. വാദങ്ങളെല്ലാം പൊളിഞ്ഞു. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇനി എന്തെല്ലാം വിസ്മയം കാണാൻ കിടക്കുന്നു. സ്വാഗതം സൂപ്പർ പ്രൈം ടൈമിലേക്ക്. നമുക്കിപ്പോൾ അതിഥികളായി കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് വസന്ത് സിറിയക്, CPM-ൽ നിന്ന് അഡ്വക്കേറ്റ് KS അരുൺകുമാറും, BJP-യിൽ നിന്ന് അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായി മലപ്പുറം ലീഗ് ജില്ലാ സെക്രട്ടറി നൌഷാദ് മണ്ണിശ്ശേരി എന്നിവരാണ് അതിഥികളായി ചേരുന്നത്. ശ്രീ വസന്ത് സിറിയക്, അയ്യോ അവരല്ലേ ഒപ്പിട്ടത്, ഞങ്ങളല്ലല്ലോ, ഇതല്ലാതെ പുതിയ ക്യാപ്സ്യൂൾ വല്ലതുണ്ടോ? അല്ല, ആ ക്യാപ്സ്യൂളുകളെല്ലാം വാരി വിതറുന്നത് CPM തന്നെയാണ്. നോക്കൂ, ഞങ്ങളുടെ ഇടയിൽ പാലമായി പ്രവർത്തിച്ചത് ബ്രിട്ടാസ് ആണ് എന്ന് പാർലമെന്റിനുള്ളിൽ തന്നെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി, ഇന്ന് ഉത്തരം പറഞ്ഞ സഹമന്ത്രിയാണ്, വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് പറയുന്നത് നമ്മൾ കേട്ടതാണ്. ഇനി രണ്ടാമത് CPM-നോടൊരു ചോദ്യമുണ്ട്. അങ്ങയുടെ ചോദ്യത്തിനൊക്കെ ഉത്തരം പറയാം. CPM-ന്റെ നിലപാടെന്താ? PM ശ്രീ നടപ്പിലാക്കണമെന്നാണോ നടപ്പിലാക്കണ്ട എന്നാണോ? നടപ്പിലാക്കണം എന്നാണെങ്കിൽ എന്തിനാണ് അവരിപ്പോൾ ഈ വിരളി പിടിക്കുന്നത്? ഇനി നടപ്പിലാക്കണ്ട എന്നാണെങ്കിൽ എന്തിനാണ് അവർ വിരളി പിടിച്ചതിൽ ഒപ്പിട്ടത്? ഇനി അങ്ങയുടെ ചോദ്യത്തിനുള്ള ഉത്തരം, അതായത് PM ശ്രീയിൽ നിന്ന് പിന്മാറാമെന്ന് കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു അത്രേ. ഓക്കെ, പറഞ്ഞു. എന്താ അദ്ദേഹം പറയുന്നത്? സ്റ്റേറ്റ് ദാറ്റ് ഡു നോട്ട് സൈൻ ദ MOU ഓർ വിഡ്രോൺ ഫ്രം ദ സ്കീം. MOU-ൽ നിന്ന് വിഡ്രോൺ ചെയ്യാൻ പറ്റുമെന്നല്ല, സ്കീമിൽ നിന്ന്. PM ശ്രീ സ്കീമും അതുമായി ബന്ധപ്പെട്ട MOU-യും രണ്ടാണ്. പോട്ടെ, ഇനി അതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ പറ്റുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ. അതിന് ടെക്നിക്കലി ഒരു പ്രശ്നമുണ്ട്. ആ MOU-ൽ അതിനൊരു ക്ലോസ് ഉണ്ടാവണം. പറഞ്ഞു ആര്യ ഞാൻ പറഞ്ഞില്ലെന്ന് ഞാൻ ആര്യയോട് തർക്കിക്കാനില്ലെന്നേ, ഞാൻ അതിൻ്റെ ഉത്തരവാ പറയുന്നേ. അപ്പോൾ MOU ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ അത് പല സംസ്ഥാനങ്ങൾക്കും പലതാണ്. നമ്മുടെ MOU-ന് ഒരു പ്രശ്നമുണ്ട്. ആ MOU-ന്റെ തുടക്കം ഇങ്ങനെയാണ്, ഞാൻ വായിച്ചു കേൾപ്പിക്കാം കേട്ടോ. ക്ലോസ് നമ്പർ 15, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി DOSCL, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ അതായത് ME, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ GI റിസർവ്സ് ദ റൈറ്റ് ടു റിസൈൻ, ക്യാൻസൽ ഓർ ടെർമിനേറ്റ് ദ എഗ്രിമെന്റ് ഇൻ ദ പബ്ലിക് ഇൻട്രസ്റ്റ് ബൈ ഗിവിംഗ് 30 days നോട്ടീസ്. എന്നിട്ട് ആ MOU-ന്റെ അവസാനം 22ാമത്തെ ക്ലോസിൽ വളരെ കൃത്യമായി കേന്ദ്രം ഒപ്പിട്ട, സംസ്ഥാനം ഒപ്പിട്ട, പിണറായി വിജയൻ ഗവൺമെന്റ് ഒപ്പിട്ട MOU പറയുന്നുണ്ട് ഈ MOU-വിൽ നിന്ന് പിന്മാറാൻ പറ്റുന്നത് ഫസ്റ്റ് പാർട്ടിക്കാണ്. ഈ MOU തുടങ്ങുന്നത് തന്നെ ബിറ്റ്വീൻ ഫസ്റ്റ് പാർട്ടി ആൻഡ് സെക്കൻഡ് പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ്. സെക്കൻഡ് പാർട്ടി എന്ന് പറയുന്നത് സംസ്ഥാന ആദ്യത്തെ സംസ്ഥാനം. കേരളമാണോ PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്ന ആദ്യത്തെ സംസ്ഥാനം? അല്ല. ആണോ? അല്ല. അപ്പൊ അത് ബോധ്യമുണ്ട്. ഇത് വായിക്കുമ്പോഴും ഇത് പറയുമ്പോഴും കേരളമല്ല ആ പദ്ധതിയുടെ ഭാഗമായിരുന്ന, രാജ്യത്തിന്റെ വേറൊരു കേരളമല്ലാത്തൊരു സംസ്ഥാനം പദ്ധതിയുടെ ഭാഗമായിരുന്നുവെന്നും പിന്മാറിയെന്നും പിന്നീട് ചേർന്നുവെന്നും താങ്കൾക്ക് ബോധ്യമുണ്ട്. അത്രയും മതി. ഇനി ആര്യ നേരത്തെ പറഞ്ഞല്ലോ ജബി മേത്തറിനും നമ്മുടെ അബ്ദുൾ വഹാബിനും നന്ദി, അതുപോലെ ആര്യയ്ക്കും ഒരു നന്ദി ഈ ചോദ്യം ചോദിച്ചതിന്. എന്താണെന്നറിയാമോ? അങ്ങ് ചോദിച്ചു കേരളമാണോ ആദ്യമായിട്ട് പിന്മാറുന്നത്, എന്തുകൊണ്ടാണ് കേരളത്തിന് പിന്മാറാൻ പറ്റില്ല എന്നോ അല്ലെങ്കിൽ അതിനൊരു ലീഗൽ ടെക്നിക്കാലിറ്റി ഇഷ്യൂ ഉണ്ടെന്ന് ഞാൻ പറയുന്നതെന്നറിയാമോ? ഈ കേരളവും കേന്ദ്രവുമായിട്ട് ഒപ്പിട്ട MOU അല്ലെങ്കിൽ ആ MOU-ന്റെ അതേ കോപ്പിയല്ല
കട്ട് ആൻഡ് പേസ്റ്റ് അല്ല മറ്റുള്ള സംസ്ഥാനങ്ങൾ ഇടുന്നത്. ഇപ്പോൾ തമിഴ്നാട് MOU സൈൻ ചെയ്തില്ല. അവർ ഈ സമഗ്ര ശിക്ഷ അഭിയാന്റെ ഫണ്ട് കിട്ടാൻ വേണ്ടി അവർ സുപ്രീം കോടതി പോയി അത് കിട്ടുകയും ചെയ്തു. അതെന്തുകൊണ്ടാണ് അന്നത്തെ പിണറായി ഗവൺമെന്റ് ഈ കോടതി പോയാ സുപ്രീം കോടതി പോയാൽ കിട്ടും. അപ്പൊ വേണമെങ്കിൽ VD സതീശന് സുപ്രീം കോടതി പോവാം. അങ്ങനെ ഒരു ലൂപ്പ് ഹോൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. എന്നിട്ടും നിങ്ങൾ പോവാണ്. വേണം. യെസ്, ചർച്ചയിൽ എന്നെ സഹായിക്കാൻ വേണ്ടിയാണ് അങ്ങയുടെ വാദമുഖങ്ങൾ. നന്ദിയുണ്ട്. എന്താണെന്ന് അറിയോ, അങ്ങിപ്പോ ചോദിച്ചൊരു ചോദ്യം പ്രധാനപ്പെട്ടതാ. അതാ ഞാൻ പറഞ്ഞു വന്നത്. അതായത് അല്ലല്ല SSK ഫണ്ട് കിട്ടും എവിടെ പോയാൽ, സുപ്രീം കോടതിയിൽ പോയാൽ. എന്നാൽ പിണറായി വിജയനും CPI മന്ത്രിമാർ പോലും അവസാന ഘട്ടത്തിലും ഈ ചർച്ചയിൽ എന്നോടൊപ്പം പങ്കെടുക്കുന്ന ഇടതു പ്രതിനിധി അന്നത്തെ സമയത്ത് പല ചാനലുകളിലും എന്നോടൊപ്പവും ഇരുന്ന് പറഞ്ഞത്, ഞങ്ങൾ PM ശ്രീയിൽ ഒപ്പിട്ടത് SSK ഫണ്ട് കിട്ടാനാണ് കേട്ടോ, ഞങ്ങൾ കേന്ദ്രത്തെ പറ്റിച്ചാണല്ലോ, ഞങ്ങൾ മറ്റേ കണ്ണുപൊത്തിക്കളി കളിക്കുമായിരുന്നു, ഞങ്ങൾ പോയി ഒപ്പിട്ടു, SSK ഫണ്ട് മേടിച്ചു, ഞങ്ങൾ പിന്മാറാൻ നോട്ടീസ് കൊടുത്തു. അപ്പോ അങ്ങനെ ഒപ്പിട്ടില്ലായിരുന്നെങ്കിലും SSK ഫണ്ട് കിട്ടുമെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടെങ്കിൽ എന്തിനാണ് അന്ന് PM ശ്രീയിൽ ഇവർ ഒപ്പിട്ടത്? ആര്? LDF ഗവൺമെന്റ് ഒപ്പിട്ടത്. സാങ്കേതിക വശം ഒന്നും ചോദിച്ചില്ല. ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചുള്ളൂ. അവരൊപ്പിട്ടതല്ലേ എന്നതല്ലാതെ എന്തെങ്കിലും ക്യാപ്സ്യൂൾ ഉണ്ടോ എന്നുള്ളതാണ്. അതിൽ ഒരൊറ്റ വരി പോലും താങ്കൾ അതിൽ നിന്ന് മുന്നോട്ട് പോയിട്ടില്ല. ഒരൊറ്റ ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ. അവരൊപ്പിട്ടതല്ലേ എന്നതല്ലാതെ മറ്റെന്തെങ്കിലും പുതിയ ക്യാപ്സ്യൂളുകൾ നിങ്ങളുടെ പുതിയ ക്യാപ്സ്യൂളുകൾ ഇറങ്ങിയിട്ടുണ്ടോ? 10 സെക്കൻഡ് ഉത്തരം. 10 സെക്കൻഡ് ഉത്തരം. 10 സെക്കൻഡ്. നല്ല അടിപൊളി ഇഞ്ചക്ഷൻ തരാം. ഇഞ്ചക്ഷൻ അല്ല, ക്യാപ്സ്യൂൾ വേണ്ട, ഇഞ്ചക്ഷൻ തന്നെ തരാം. എന്താ അത് നോക്കൂ ആര്യാം. ഇവരൊരു MOU സൈൻ ചെയ്തു. അതിന്റെ ആദ്യ 15ാമത്തെ ക്ലോസ് ആണ് ഞാൻ വായിച്ചത്. അതിൽ ഫസ്റ്റ് പാർട്ടിക്ക് മാത്രമാണ് പിന്മാറാൻ പറ്റുക. അപ്പോൾ ഇനി അതല്ലാതെ ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി പാർലമെന്റിൽ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു MOUന്റെ ടെക്നിക്കാലിറ്റി മാറുന്നില്ല. ഇനി അവരൊപ്പിട്ടു എന്ന് അവർ പറഞ്ഞത് SSK ഫണ്ട് കിട്ടാൻ വേണ്ടിയായിരുന്നു എന്നായിരുന്നു അവരുടെ വാദം. എന്നാൽ അത് അങ്ങനെയല്ലാതെ കിട്ടുമെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടു. അപ്പോൾ അവരൊപ്പിട്ടത് SSK ഫണ്ട് കിട്ടാൻ വേണ്ടി ആയിരുന്നില്ല എന്നതാണ് രണ്ടാമത്തെ ഉത്തരം. ഇനി മൂന്നാമത്, അങ്ങ് ഒരു മിനിറ്റ് തന്നല്ലോ, മൂന്നാമത് ആര്യ, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇതുമായി മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങളുടെ പദ്ധതി ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞത്. അതായത് ഇത്രയും ജയിച്ചിട്ട് ഇന്നലെയാണെന്ന് UDF യോഗം ചേരാൻ പറ്റിയത്. UDF യോഗം ചേരുന്ന ആദ്യത്തെ ദിവസം തീരുമാനിക്കുകയാണ്, ഞങ്ങൾ കണ്ടുപിടിക്കും, UDF എണ്ണി പറയും കേന്ദ്ര സർക്കാരിനോട് ഏതൊക്കെ സ്കൂളുകളിൽ PM ശ്രീ നടപ്പിലാക്കണമെന്ന്. പറയാലോ അതിന്റെ അകത്ത് ഇതാ ഞാൻ മറ്റൊരു സാധനം വായിക്കാം. അങ്ങ് ടെക്നിക്കാലിറ്റി പറയേണ്ടെന്ന് പറഞ്ഞോണ്ടാ. ഉത്തരം നമ്പർ C കേന്ദ്ര സഹമന്ത്രി പറഞ്ഞിരിക്കുന്നു. ഉത്തരം നമ്പർ സിയിൽ 4ാമത്തെ പോയിന്റ് കേട്ടോ. ദി സ്റ്റേറ്റ് ഹാവ് ദ ഫ്ലെക്സിബിലിറ്റി ഓഫ് contextualizing and curriculum as per the state specific needs adhering to the core fundamental principles and constitutional values. ഇത് തന്നെയല്ലേ നിങ്ങളുടെ നമ്മുടെ പഴയ മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഓരോ ദിവസവും വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞത്, ഞങ്ങൾ കേന്ദ്രത്തിന്റെ പാഠ്യപദ്ധതി കേരളത്തിൽ പഠിപ്പിക്കില്ല, അങ്ങനെ നിർബന്ധം വന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ പുസ്തകം അടിച്ചിറക്കും എന്ന് പറഞ്ഞത് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? ഇപ്പം എന്താണോ വസന്ത് വായിക്കുന്നത് അതല്ലേ അന്ന് V ശിവൻകുട്ടി പറഞ്ഞത്? മലയാളത്തിലല്ലായിരുന്നു അത്. ഞാൻ കേൾപ്പിക്കണോ? അപ്പൊ ആര്യോട് എനിക്ക് ഒറ്റ ചോദ്യമേ ശിവൻകുട്ടി ആര്യ വേണ്ട. എനിക്കറിയാം, എനിക്ക് ഏതായാലും ശിവൻകുട്ടി സഖാവിനെയും വേണ്ടെന്നേ എനിക്ക് ശിവൻകുട്ടി സഖാവിനെയും നമ്മുടെ ബ്രിജേഷ് അല്ലല്ലോ അദ്ദേഹത്തിന്റെ പേര്, ബ്രിട്ടാസിനെയും. ബ്രിജേഷ് ഇവര് പാലം പണിയാൻ പോയോണ്ട് വന്നതാണ് കേട്ടോ, സോറി. അപ്പൊ ബ്രിട്ടാസിനെ ഒന്നും പോലെ എനിക്ക് ഏതായാലും അൽസിമേഴ്സ് പിടിച്ചിട്ടില്ല ആര്യ. അങ്ങ് കേൾപ്പിക്കണ്ട. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് UDF ഒരു സബ് കമ്മിറ്റി വെച്ചിട്ടുണ്ട്. അത് തന്നെയായിരുന്നു LDFും വെച്ചത്. അല്ല ഞാൻ അതിന്റെ ഫൈനൽ ഞങ്ങളുടെ ഡിസിഷൻ പറയാം. അങ്ങ് എത്ര വേണമെന്ന് ചോദിച്ചോ, ഞാൻ പറഞ്ഞേക്കാം. അതായത് LDF ചെയ്തത് ആദ്യം, LDFിന്റെ ക്രോണോളജി 10 സെക്കൻഡ് പറയാം. ആദ്യം പിണറായി വിജയൻ അമിത്ഷായെ അവരിൽ മന്ത്രിമാരെ തോൽപ്പിച്ചു, അവരെ വീട്ടിലിരുത്തി. എന്തുകൊണ്ട് അതിനൊരു ഉത്തരമുണ്ടാവില്ലേ ശ്രീ വസന്ത് സിറിയക്ക്? പറഞ്ഞില്ല. അതായത് LDF ആണോ കേരളം ഭരിക്കുന്നത്? പിണറായി വിജയനാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി? V ശിവൻകുട്ടിയൊക്കെ തോറ്റ് വീട്ടിലിരിക്കല്ലേ ഇപ്പം? അത് കേരളം അങ്ങനെ തോൽപ്പിക്കാൻ ഒരു കാരണം ഉണ്ടാവില്ലേ? അതിലൊരു കാരണമല്ലേ PM ശ്രീ? അങ്ങനെയല്ലേ അന്ന് നിങ്ങൾ പറഞ്ഞത്? ഇതാ ഞാൻ ഒരു സാധനം കൂടെ വായിച്ചോട്ടെ, ഒറ്റ മിനിറ്റ്. പ്രിൻസിപ്പൽ സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് റാണി ജോർജ് IAS
30/3/2024 കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാർ IAS അയച്ച കത്താണ്. അതായത് ഈ MOU ഒക്കെ സൈൻ ചെയ്യുന്നതിന് 6 മാസം മുമ്പ്. അതിൽ പറയുന്നു, ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് യുവർ അറ്റൻഷൻ ടു DO ലെറ്റർ നമ്പർ. അത് ടെക്നിക്കാലിറ്റിയാണ്, പോട്ടെ. ദ സ്റ്റേറ്റ് ഈസ് ലുക്കിംഗ് ഫോർവേഡ് ടു എസ്റ്റാബ്ലിഷ് PM Shri schools in Kerala. In this regard, state level committee headed by Principal Secretary, General Education has been constituted. Based on the recommendation of the committee, the MOU for establishing PM Shri schools will be signed by the state before the academic year of 2024 and 25. അതായത് ഇവർ ഈ MOU സൈൻ ഇടുന്നതിന് മുമ്പേ കേന്ദ്രത്തെ അറിയിച്ചു, ഞങ്ങൾ PM ശ്രീക്ക് തയ്യാറാണെന്ന്. റാണി ജോർജ് IAS ലെറ്റർ ആണത്, ഞാൻ അങ്ങേക്ക് അയച്ചു തരാം. അതിനുശേഷം ഇവർ എന്ത് ചെയ്തു? പിണറായി വിജയൻ അത് പിന്നീട് കുറച്ചു നേരത്തേക്ക് ക്യാപ്റ്റൻ അബേൻസി പോയി. അതിനുശേഷം ഒപ്പിട്ട തീയതി ഉണ്ട്, എന്തുകൊണ്ട് ഒപ്പിട്ടു, അതെല്ലാം ഇവിടെ കേരളത്തിലെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സംസ്ഥാനത്തിന് പിന്മാറാൻ കഴിയുമെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. പക്ഷെ കേരള സർക്കാർ പറയാണ് പറ്റില്ല. അപ്പൊ കേരളം ഭരിക്കുന്നത് ആരാണ്? BJP ആണോ? അല്ല, ആര്യ പി, ഞാനൊരു കാര്യം പറയട്ടെ. CPM-കാർ പറഞ്ഞാൽ മതി അവർ ചെയ്തത് തെറ്റായിപ്പോയെന്ന്. ആരെങ്കിലും പറഞ്ഞോ? ഞങ്ങൾ ഒപ്പിട്ടത് ഇത് നമ്മൾ ഒന്നിൽ തന്നെ എത്തി. അവരൊപ്പിട്ടു എന്നതല്ലാതെ പുതിയ ക്യാപ്സ്യൂൾ എന്തെങ്കിലും ഉണ്ടോ വസന്തിന്റെ കയ്യിൽ? ഉണ്ട്. എന്ത്? അല്ലെന്നേ, ഞാൻ അതിന്റെ ഉത്തരം പറയാൻ വന്നപ്പോഴാണ് ഇടപെട്ടത്. ഞങ്ങളുടെ ഡിസിഷൻ ഇതാണ്. LDF എന്ത് ചെയ്തു? ക്യാപ്റ്റൻ അബേൻസ് ചെയ്യാൻ വേണ്ടി ചെയ്തു. നിങ്ങൾ എടുത്തതാ അതിന് പുനർജന്മം കൊടുക്കുകയാണ്, അത്രേ ഉള്ളൂ അല്ലേ? അല്ല അല്ല, ഒരു പുനർജന്മം ഇല്ല. ഞാനൊരു 10 സെക്കൻഡ് അവസാനിപ്പിക്കാം. ആ സാധനം അതായത് അതിന്റെ ഉത്തരമാണ് ഞാൻ പറയാൻ വരുന്നത്. അപ്പൊ അങ്ങ് ഇടപെടല്ലേ? 10 സെക്കൻഡ് ആര്യ പ്ലീസ്, 10 സെക്കൻഡ്. അതായത് വളരെ കൃത്യമായിട്ട് ഡോക്ടർ വാസുകി IAS-ന്റെ ലെറ്റർ LDF കാലത്ത് എഴുതിയിട്ടുണ്ട്. വി ആർ കെപ്റ്റ് ഇൻ അബേൻസ് ദിസ് പ്രോഗ്രാം അൻടിൽ ദ മിനിസ്റ്റീരിയൽ തോറ്റു. അവർ വീട്ടിലിരിക്കുകയാണ്, മന്ത്രിമാര് തോറ്റു. അത് അംഗീകരിക്കൂ. നിങ്ങളാണ് ഭരിക്കുന്നത്. VD സതീശനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അങ്ങനെയല്ലേ? നോ ആര്യ, അങ്ങനെയല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഇറ്റ്സെൽഫ് പറയുന്നുണ്ട്, ഗവൺമെന്റുകൾ തുടർച്ചയാണ്. അവരുടെ ഡിസിഷനുകൾ, അവരുടെ സെക്രട്ടറിമാർ ഒപ്പിടുന്ന കത്തുകൾ തുടർച്ചയാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. കെപ്റ്റ് ഇൻ അബേൻസ് അൻടിൽ ദ മിനിസ്റ്റീരിയൽ സബ് കമ്മിറ്റീസ് റിപ്പോർട്ട് കംസ് എന്നാണ് വാസുകി IAS ലെറ്റർ കൊടുത്തത്. UDF വന്ന ശേഷം എന്താ ചെയ്തേ? ഞങ്ങൾ ആ പഴയ മിനിസ്റ്റീരിയൽ സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഉണ്ടോ എന്ന് എഡ്യൂക്കേഷൻ വകുപ്പിനോട് ചോദിച്ചു. അത് കിട്ടിയിട്ടില്ല. പാർലമെന്ററി വകുപ്പിൽ ചോദിച്ചു, കിട്ടിയിട്ടില്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു? അവർ ചെയ്തതുപോലെ തന്നെ മറ്റൊരു മിനിസ്റ്റീരിയൽ സബ് കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ആ മിനിസ്റ്റീരിയൽ സബ് കമ്മിറ്റി ഒരു റിപ്പോർട്ട് തരട്ടെ. ആ റിപ്പോർട്ടിൽ ഇന്നലത്തെ മന്ത്രിയുടെ വാദം പരിശോധിക്കും. പിന്മാറാൻ ലീഗലി പറ്റുമെങ്കിൽ, അല്ല എന്റെ പോയിന്റ് ആണ്, അല്ല എന്റെ പോയിന്റ് ആണ്. ഇല്ല, കിട്ടിയ മിനിസ്റ്റീരിയൽ സബ് കമ്മിറ്റി എന്റെ ആര്യ 8 മാസം മുമ്പ് വെച്ച LDF ഒരു മാസമായിട്ടുള്ളൂ ഇവരുടെ വെച്ചിട്ട്. മന്ത്രിതല ഉപസമിതിയുടെ റിപ്പോർട്ട് കിട്ടിയോ? അതിന്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. കിട്ടിയോ? അതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ആര്യ, മന്ത്രിതല ഉപസമിതിയുടെ അല്ലെന്നേ, അത് ബുധനാഴ്ച കിട്ടുമെന്ന്. ബുധനാഴ്ചയാണ് അവസാന യോഗം മന്ത്രിസഭാ ഉപസമിതിയുടെ. ആ സമിതി പറയുന്നത് ഞാൻ പറയാൻ പോകുന്നത് 8 മാസം വെച്ച അല്ല. അപ്പൊ ഇന്നലെ UDF കൺവീനർ അല്ലല്ല, ഇന്നലെ അടൂർ പ്രകാശ് പറഞ്ഞത് ഞങ്ങൾ സ്കൂളുകൾ തീരുമാനിക്കാൻ പോവാന്നാണല്ലോ. ഓക്കെ, ഇനി ഞാൻ ഉത്തരം പറയട്ടെ, പറഞ്ഞോട്ടെ. അങ്ങ് ഇടപെടരുത്, 10 സെക്കൻഡ് ഇടപെടരുത്. അതായത് അടൂർ പ്രകാശ് ഇന്നലെ പറയുന്നത് ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ഈ ചർച്ചയിലിരിക്കുന്ന സമയത്തും എൻ്റെ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ പോലും എൻ്റെ മനസ്സിലാക്കൽ അതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല എന്നാണ്. ഇനി രണ്ടാമത്തെ കാര്യം, 8 മാസം മുമ്പ് വെച്ച സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടാത്തതുകൊണ്ടാണ് 2 ആഴ്ച മുമ്പ് ഞങ്ങൾക്ക് ഒരു സബ് കമ്മിറ്റിയെ വെക്കേണ്ടി വരുന്നത്. ആ സബ് കമ്മിറ്റി അടുത്ത ബുധനാഴ്ച ഫൈനൽ മീറ്റിംഗ് ചേർന്ന് ഞങ്ങൾക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. ആ സബ് കമ്മിറ്റി ഇന്നലെ പറഞ്ഞ മന്ത്രിയുടെ വാദമടക്കം പരിഗണിക്കും. എന്നിട്ട് ലീഗലി പിന്മാറാൻ പറ്റുമെങ്കിൽ, ടെക്നിക്കലി പിന്മാറാൻ പറ്റുമെങ്കിൽ സംസ്ഥാന സർക്കാർ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറും. ഇനി അത് പറ്റില്ല എന്നാണെങ്കിൽ ഞങ്ങൾ നേരത്തെ ഞാനത് എടുത്തു വെക്കും. ബുധനാഴ്ച വീണ്ടും വസന്തിനോട് ഇതേ ചോദ്യം ഉണ്ടാകും. ലീഗലി ടെക്നിക്കലി പിന്മാറാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ പിന്മാറുമെന്നുള്ളത് UDF-ന്റെ മാധ്യമ വക്താവാണ് പറയുന്നത്. വിശ്വസിക്കാമോ?
മാതൃഭൂമിയുടെ ലൈബ്രറിയിൽ അങ്ങ് സൂക്ഷിച്ചു വെച്ചോളൂ. ഞാൻ ഒളിച്ചോടാൻ പോകുന്നില്ല. ഞാൻ ഇവിടെ തന്നെ കാണും. സർവേശ്വരൻ ആയുസ് നീട്ടി തന്നാൽ നമുക്ക് അന്നിരിക്കാം. ശരി, നമ്മൾ 1 മിനിറ്റ് 10 സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞ 10 മിനിറ്റിലധികമായി മറ്റ് അതിഥികളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ VP ശ്രീ പത്മനാഭൻ, കെ സുരേന്ദ്രൻ പറഞ്ഞത് 35 ഉണ്ടെങ്കിൽ ഞങ്ങൾ കേരളം ഭരിക്കുമെന്നാണ്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, മുസ്ലിം ലീഗ് മന്ത്രിയെ കൊണ്ട് PM ശ്രീ കേരളത്തിൽ നടപ്പാക്കും, ആ സന്തോഷം ഞങ്ങൾക്കുണ്ടാകുമെന്ന്. ഹാപ്പി ആയോ? ഞങ്ങൾക്ക് അറിയില്ല ഇവരെന്താ ചെയ്യാൻ പോകുന്നത്. ഇവര് തീരുമാനിക്കട്ടെ, ഇവര് ചെയ്യട്ടെ, കാത്തിരുന്ന് കാണാം. ഞങ്ങൾക്ക് ഈ ജ്യോത്സ്യപ്പണി ഇല്ല. വേറ്റൻസി ആരുടെ തലയ്ക്ക് ഇങ്ങനെ തോക്ക് വെച്ചിട്ട് ഒപ്പിടിപ്പിച്ചിട്ടില്ലല്ലോ, ആ പരിപാടി ഇല്ലല്ലോ. ഇന്ത്യയിൽ ഞാൻ മനസ്സിലാക്കുന്ന 2 സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ പ്രശ്നമുള്ളത്. ഒന്ന് തമിഴ്നാട്, അവർ ഈ ഭാഷാ വിഷയമുണ്ട്, 3 ട്രൈ ലാംഗ്വേജ് ത്രിഭാഷാ സമ്പ്രദായമൊക്കെ ബന്ധപ്പെട്ട് വിഷയങ്ങൾ കാരണം അവർ ഒപ്പിട്ടിട്ടില്ല. പിന്നൊന്ന് ബംഗാളായിരുന്നു. ഇനിയിപ്പോൾ അവിടെ BJP വന്ന സ്ഥിതിക്ക് അവിടെ ഇനി എന്താ സംഭവിക്കുക എന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പിന്നെ കേരളത്തിലാണ് ഇപ്പോൾ ഒപ്പിട്ടതിന് ശേഷമാണ് അവർക്ക് CPIക്കാർ ബഹളം ഉണ്ടാക്കി. അതാണ് സംഭവം. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് CPIൻ്റെ ബഹളമാണ്. കാരണം അവരോട് പറയാതെ, അവരോട് ചോദിക്കാതെ ഇവർ വിമാനം കയറി ഡൽഹിയിൽ പോയി ഒപ്പിട്ടതാണ്. മുന്നണിയിൽ സംസാരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ആദ്യം സംസാരിച്ചപ്പോൾ CPI എതിർത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വിഷയം ഉണ്ടായത്. കാത്തിരുന്ന് കാണാം. ഈ രാജ്യത്ത് ഒരു നയം കൊണ്ടുവന്നതാണ്. ആ നയം എങ്ങനെയാണ് കൊണ്ടുവന്നതെന്ന് എല്ലാവർക്കും അറിയാം. 2020 NEP സർക്കുലേറ്റ് ചെയ്തു, എല്ലാ സംസ്ഥാനത്തിനും സർക്കുലേറ്റ് ചെയ്തു. എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാൻ പറഞ്ഞു. കരട് NEPയുടെ പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ എല്ലാവരും അഭിപ്രായം പറഞ്ഞു. ചിലർ വിമർശിച്ചു, ചിലർ അനുകൂലിച്ചു, ചിലർ രണ്ടും ചെയ്തു. ഇവരുടെ എല്ലാവരും അഭിപ്രായം കേട്ടതിന് ശേഷമാണ് NEPയുടെ അവസാന നയമുണ്ടായത്. അതിൻ്റെ ഭാഗമാണ് PM ശ്രീ. അപ്പോൾ ഇനിയിപ്പോൾ ഇവർ തീരുമാനിക്കട്ടെ ഇവരെന്താ ചെയ്യാൻ പോകുന്നത്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ഉത്തരത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ് ഇപ്പോൾ പ്രശ്നം. അതായത് therefore the states that do not sign the MEO or withdraw from the scheme stand to miss out these benefits of PM ശ്രീ സ്കീം. ഇതിലൊരു ആംബിഗ്യൂറ്റി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊരു ആംബിഗ്യൂറ്റി ഉണ്ട്, ക്ലാരിറ്റി കുറവ് ഒരു സ്ഥലത്തുണ്ട്. വെദർ എ സ്റ്റേറ്റ് വിച്ച് ഹാസ് സൈൻഡ് ക്യാൻ വിത്ഡ്രോ എന്ന ചോദ്യം വന്നിട്ടില്ല. നാളെ രാജ്യസഭയിൽ ആരെങ്കിലും അതുകൂടി ചോദിച്ചാൽ നന്നാവുമെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, നമ്മുടെ മുന്നിൽ പഞ്ചാബ് പിന്മാറിയത് ഉണ്ടല്ലോ. അവരുടെ മോഡൽ ഡൽഹിയിൽ നടപ്പാക്കിയതുപോലെ അവരുടെ സ്വന്തം സ്കൂളുകൾ നടപ്പാക്കുമെന്ന് പറഞ്ഞു. 1 വർഷം കാത്തിരുന്നു, ഫണ്ട് വന്നില്ല. അതുകൊണ്ട് പിന്നീട് വീണ്ടും PM ശ്രീയുടെ ഭാഗമായി അപ്പോൾ ചേർന്നു, പിന്മാറി, വീണ്ടും ചേർന്നു പഞ്ചാബ്. അപ്പോൾ സ്വാഭാവികമായും പിന്മാറാൻ കഴിയുമെന്ന് പഞ്ചാബ് ഒരു ഉദാഹരണമായി എടുത്തൂടെ? പഞ്ചാബിന്റെ പിന്മാറ്റം സാങ്കേതികമായി സംഭവിച്ചിട്ടില്ല, ടെക്നിക്കലി സംഭവിച്ചിട്ടില്ല. ഈ വായില നാവുകൊണ്ടുള്ള അഭ്യാസം മാത്രമേ ഉള്ളൂ. ടെക്നിക്കലി സംഭവിച്ചിട്ടില്ല. ടെക്നിക്കലി അതായത് രേഖാമൂലം ഞങ്ങൾ പിന്മാറിയെന്ന് അറിയിച്ചിട്ടില്ല. പിന്മാറും ഞങ്ങൾ സഹകരിക്കില്ല എന്ന് പറഞ്ഞു നടന്നു. അവസാനം അതുമായി സഹകരിച്ചു. അപ്പം ടെക്നിക്കലി ഒരു കത്ത്, ഒരു ഔദ്യോഗിക രേഖ അയച്ച് പിന്മാറാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ഉത്തരത്തിൽ ഒരു ചെറിയ ആംബിഗ്യൂറ്റി ഉണ്ട്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ KS അരുൺകുമാർ, ഞാൻ ആവർത്തിച്ച് ശ്രീ വസന്ത് സുരേഖിനോട് ചോദിച്ചിട്ടും നിങ്ങൾ ഒപ്പിട്ടത് കൊണ്ട് എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ അതിലൊരു കൗതുകം തോന്നിയത്, നോക്കൂ, കേരളത്തിൽ മാത്രമല്ല ഭരണം മാറിയത്, പശ്ചിമ ബംഗാളിലും ഭരണം മാറി. അപ്പം പശ്ചിമ ബംഗാളും തമിഴ്നാടും കേരളവും, ഈ 3 സംസ്ഥാനവുമായിരുന്നു PM ശ്രീയിൽ നിന്ന് വിട്ടുനിന്നിരുന്നത്. അതിൽ തമിഴ്നാട് ആ നിലപാടിൽ പിന്നോട്ട് പോകുന്നില്ല. പക്ഷേ സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി അവർ ഈ PM ശ്രീയുടെ ഭാഗമാകാൻ പോവുകയാണ്. അത് ഈ പാർലമെന്റിൽ ജയന്ത് ചൗധരി ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ PM ശ്രീയിൽ നിലപാട് മാറ്റുന്ന ഒരു സംസ്ഥാനമായി കേരളവും മാറുകയാണ്. ഭരണം മാറി 2 സംസ്ഥാനങ്ങളിൽ ഒരിടത്ത് BJP അധികാരത്തിൽ വന്നതുകൊണ്ട് ഭാഗമാകുന്നു, മറ്റിടത്ത് UDF ആണ്, കോൺഗ്രസ് ആണ് അധികാരത്തിൽ വന്നത്. പക്ഷേ അവിടെയും യൂട്ടേൺ ആണ്. തീർച്ചയായും അന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് കേരളത്തിൽ 30 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ കേരളം ഭരിക്കുമെന്നാണ്. ഇപ്പം 3 സീറ്റാണ് BJPക്ക് ഉള്ളത്. 3 സീറ്റ് കിട്ടി കേരളം BJP ഭരിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ 75 ദിവസമായിട്ട് നമ്മൾ കാണുകയാണ്. ഈ 75 ദിവസത്തിനുള്ളിൽ BJPയുടെ സംസ്ഥാന നേതാക്കന്മാരെ ഒരാൾ പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയോ ഗവൺമെന്റിനെയോ വിമർശിച്ചിട്ടില്ല. തിരിച്ചുമുണ്ടായിട്ടില്ല. കേന്ദ്രത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന, BJPക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒന്നും ചെയ്യില്ല, ഒരു തരത്തിലും കേന്ദ്രത്തെ വിമർശിക്കില്ല എന്ന് മുഖ്യമന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ആവർത്തിക്കുന്നത് നമ്മൾ കാണുകയാണ്. എന്തായിരുന്നു ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇതിൽ നിന്ന് ഒപ്പിട്ടല്ലോ, പിന്മാറാൻ കഴിയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു.
ഇവിടെ കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ തന്നെ 8/5/2026 തന്നെ കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി സഞ്ജയ് കുമാർ, വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാർ സംസ്ഥാന ഗവൺമെന്റിന് കത്തയച്ചു. LDF ഗവൺമെന്റ് ഒപ്പിട്ടു, പക്ഷെ മുന്നോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് വരുമ്പോഴേക്കും ഇതുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് കത്തയക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു. സുപ്രീം കോടതിയിൽ സമാനമായിട്ടുള്ള ഒരു കേസിൽ കേന്ദ്ര ഗവൺമെന്റ് അഫിഡവിറ്റ് ഫയൽ ചെയ്തു. കേരളം ഒപ്പിട്ടു, പക്ഷെ മുന്നോട്ട് പോയില്ല. ഇപ്പൊ PM ശ്രീ പദ്ധതിയിൽ കേരളത്തിലെ ഗവൺമെന്റ് ഇല്ല എന്ന് സുപ്രീം കോടതിയിലാണ് അഫിഡവിറ്റ് ഫയൽ ചെയ്തത്. ഇപ്പോ ജബി മേത്തർ MP ചോദ്യം ചോദിച്ചപ്പോൾ പാർലമെന്റിൽ കിട്ടിയ മറുപടി നമ്മൾ കണ്ടു. കേരളവും തമിഴ്നാടും ഈ പദ്ധതിയിലില്ല എന്ന് പറഞ്ഞുള്ള മറുപടിയും നമ്മൾ കിട്ടി. അപ്പോൾ ഒപ്പിട്ടു എന്നുള്ളതും 20-ാം ദിവസം അതിൽ നിന്ന് പിന്മാറി എന്നുള്ളതും അതിന്റെ ഭാഗമായിട്ടുണ്ടായ കാര്യങ്ങളൊക്കെ മാസങ്ങളായി നമ്മൾ ചർച്ച നടത്തിയതാണ്. അന്ന് കോൺഗ്രസ് എന്താണ് ജനങ്ങളോട് പറഞ്ഞത്? ഇത് കൃത്യമായിട്ടുള്ള BJP ആയിട്ടുള്ള ഡീലാണ്, കേന്ദ്ര വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പിൻവാതിൽ ഇടപെടലാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേന്ദ്ര വിദ്യാഭ്യാസ നയം അങ്ങ് തട്ടിക്കളയും, PM ശ്രീയെ ഞങ്ങൾ അറബിക്കടലിൽ തള്ളും, ചവിറ്റുകൊട്ടയിൽ തള്ളും എന്ന് പറഞ്ഞ് എത്ര വലിയ ആക്രോശങ്ങളാണ് നമ്മൾ കണ്ടത്. അതിൽ ഇപ്പൊ നമ്മുടെ മുന്നിലുണ്ട് നേതാക്കന്മാരെല്ലാം, KC വേണുഗോപാൽ അടക്കം, അതുപോലെ തന്നെ VD സതീശൻ അടക്കം, KM ഷാജി, കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, ശംസുദ്ദീൻ അടക്കം നടത്തിയ പ്രസ്താവനകൾ ഓരോന്നായി നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഇത് കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ഇടതുപക്ഷമാണല്ലോ, ഇടതുപക്ഷ സർക്കാരാണല്ലോ. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ നിങ്ങളുടെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ്? കേരളത്തിൽ PM ശ്രീ നടപ്പാക്കണോ നടപ്പാക്കണ്ടേ? ഞങ്ങളുടെ നിലപാട് കൃത്യം വ്യക്തമായി എന്നേ ഞങ്ങൾ പറഞ്ഞു. അന്ന് SSA ഫണ്ട് കിട്ടാൻ വേണ്ടി ഒപ്പിടേണ്ടി വന്നു. പക്ഷെ കേരളത്തിന്റെ ഒരു പൊതു സാഹചര്യം അനുസരിച്ച് അത് തുടർന്ന് കൊണ്ടുപോകേണ്ടതില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. LDF-ലടക്കം കൂട്ടായിട്ടുള്ള ചർച്ചകളുടെ കുറവുണ്ടായി എന്ന് തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലടക്കം ഞങ്ങൾ ജനങ്ങളോട് തുറന്നു പറഞ്ഞല്ലോ. കൃത്യമായി ആ റിപ്പോർട്ടുകൾ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് 20-ാം ദിവസം അത് ക്യാപ്റ്റൻ അബൈൻസിൽ വയ്ക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത് ഈ പദ്ധതി കേരളത്തിൽ വേണ്ട. ഞങ്ങൾ ഒപ്പിട്ടത് SSA ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വളരെ ചെറിയ നോമിനായിട്ടുള്ള ഫണ്ടാണ് SSA ഫണ്ട് കിട്ടിയത്. PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നയാ പൈസ ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കിയില്ല. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കൂളുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കിയില്ല. PM ശ്രീയിൽ ഒപ്പിടുമ്പോൾ ചെയ്യേണ്ട മറ്റു നിബന്ധനകളൊന്നും നമ്മൾ ചെയ്തില്ല. അതുകൊണ്ട് ഒരടി പോലും മുന്നോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് പിന്മാറുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. കൃത്യമായി പറഞ്ഞാൽ 12/11/2025 തന്നെ പിന്മാറിയതാണ്. അന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടി വലിയ വാഗ്ദാനങ്ങൾ കൊടുത്തവർ അധികാരത്തിൽ വന്നപ്പോൾ PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ ആര്യ, ഇവിടെ എന്തിനാ UDF ഉപസമിതിയെ വെച്ചത്? UDF ഉപസമിതി വെച്ചത് LDF ഒപ്പിട്ടു. ആ ഒപ്പിട്ട് മുന്നോട്ട് പോകുന്ന കരാറിൽ നിന്ന് പിന്മാറാനുള്ള സാഹചര്യം പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഉപസമിതിയെ വെച്ചത്, അല്ലാതെ മറ്റൊരു കാര്യത്തിനുമല്ല എന്ന് വിശദീകരിച്ചു ലീഗിന്റെ നേതാക്കന്മാർ. എങ്ങനെ പിന്മാറാം എന്നതിനെ കുറിച്ച് പഠിക്കാൻ. അങ്ങനെ ആ ഉപസമിതിയുടെ റിപ്പോർട്ട് വന്നോ? ആ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും വലിയ നയരൂപീകരണ സമിതിയായ UDF-ന്റെ ഉന്നതാധികാര സമിതി ഇന്നലെ യോഗം ചേർന്ന് PM ശ്രീയുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു. അതിന്റെ കൺവീനർ പത്രസമ്മേളനം നടത്തി ജനങ്ങളെ അറിയിക്കുന്നു. എന്ത് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ എന്ത് പുതിയ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉപസമിതിയുടെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് UDF അത്തരത്തിലുള്ള തീരുമാനമെടുത്തത്? വസന്ത് സിറിയക്കിന് അതിനെല്ലാം മറുപടി പറയണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. നമുക്ക് ആ മറുപടി ഒന്ന് കേൾക്കാല്ലേ അരുൺ? യെസ്, തീർച്ചയായും. വസന്ത് പറഞ്ഞോളൂ. ഇനി ചോദ്യം വേണ്ട, ഉത്തരം പറയാലോ. ഒന്ന് അദ്ദേഹം പറഞ്ഞത് ആര്യ ഇടപെട്ടേ ഇല്ല കേട്ടോ. ആര്യ എന്റെ കാര്യത്തിൽ ഒരു മിനിറ്റിൽ 1000 ഇടപെട്ടില്ല. ഇതേ വേദിയിൽ ചർച്ച ചെയ്തപ്പോൾ അന്ന് അരുൺകുമാറിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇന്ന് അവരല്ല ഭരിക്കുന്നത്, അവരോട് ഞാൻ എന്തൊരു ചോദ്യം ചോദിക്കണം? അല്ലെ, ഒന്നുകൂടെ ചോദിക്കണം. എന്താണെന്നറിയോ, പ്രധാനപ്പെട്ട ഒരു അബദ്ധം അദ്ദേഹം അറിയാതെ പറഞ്ഞുപോയി. എന്താ അദ്ദേഹം പറഞ്ഞത്? ഇപ്പോഴും അവരുടെ സ്റ്റാൻഡ് PM ശ്രീയിൽ അവരൊപ്പിട്ടത് SSK ഫണ്ട് കിട്ടാനാണത്രേ. അങ്ങനെയാണെങ്കിൽ തമിഴ്നാടിന് എങ്ങനെയാണ് സാർ PM ശ്രീയിൽ ഒപ്പിടാതെ SSK ഫണ്ട് കിട്ടിയത്? അവർ കോടതിയിൽ പോയതുകൊണ്ടാണ് സാർ. അപ്പോൾ അവർക്ക് കോടതിയിൽ പോകാനുണ്ടായ ആർജവം, അന്നത്തെ സ്റ്റാലിൻ ഗവൺമെന്റിന് ഉണ്ടായ ആർജവം എന്തുകൊണ്ടാണ് LDF ഗവൺമെന്റിനോ പിണറായി വിജയനോ സുപ്രീം കോടതിയിൽ പോകാനുള്ള ആർജവം കാണിക്കാതെ? ഒപ്പിട്ട കാര്യത്തിൽ പിന്നെ എങ്ങനെ ആര്യ പോകുന്നത്? എന്റെ ആര്യ, ഞാൻ ചോദിക്കട്ടെ, ഇവരൊപ്പിട്ടത് ഒരു കാര്യത്തിന് വേണ്ടിയാണെന്ന് പറയുന്നു. അതിൽ ഒപ്പിട്ട് കഴിഞ്ഞു. ഇനി ആ കാര്യം കിട്ടാൻ വേണ്ടി കോടതിയിൽ പോകേണ്ട കാര്യമില്ല. ഇനി ശ്രീ അരുൺകുമാറിനോട് സ്ട്രേറ്റ് ഫോർവേഡ് ഒറ്റ ചോദ്യം. അരുൺ ഈ MOU വായിച്ചിട്ടുണ്ടല്ലോ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങേക്ക് അയച്ചു തരാം.
ആ MOU-വിൽ ഏതെങ്കിലും ഒരു ക്ലോസ്, ഒരു പോയിന്റ് ഇതിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റിന് പിന്മാറാൻ പറ്റും എന്ന് പറയുന്നത് കാണിച്ചാൽ ഞാൻ ഈ ചർച്ചയിൽ നിന്ന് ഒഴിവാകാമെന്ന് മാത്രമല്ല, ഇനി മേലാൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഒരു വിഷയത്തിലും ചർച്ചയ്ക്ക് ഞാൻ വരില്ല. ഞാൻ പൂർണ്ണമായി രാഷ്ട്രീയം അവസാനിപ്പിക്കാം. രണ്ടാമത്തെ വെല്ലുവിളി ശ്രീ അരുൺകുമാർ അങ്ങയോട് തന്നെയാണ്. അങ്ങ് പറയൂ, എന്തിനാണ് നിങ്ങൾക്ക് പിന്മാറാൻ സാധിക്കുമായിരുന്നെങ്കിൽ SSK ഫണ്ട് കിട്ടാൻ മാത്രമാണ് നിങ്ങൾ ഒപ്പിട്ടതെങ്കിൽ SSK ഫണ്ട് കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾ വൈ യു മേക്ക് ദിസ് എഗ്രിമെന്റ് ഇൻ കെപ്റ്റ് ഇൻ അബേൻസ്? നിങ്ങൾ എന്തിനാണ് ഇത് കെപ്റ്റ് ഇൻ അബേൻസ് വെച്ചത്? അങ്ങ് പിന്മാറിയാൽ പോരായിരുന്നോ സാർ? നിങ്ങൾ കെപ്റ്റ് ഇൻ അബേൻസ് വെച്ചില്ലേ? എന്തിനാ അത് വെച്ചത്? ഇനി മൂന്നാമത് അദ്ദേഹത്തിനുള്ള ഉത്തരമാണ് ഈ രണ്ടെണ്ണം ചോദ്യം. മൂന്നാമത്തെ ഉത്തരം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മിനിസ്റ്റീരിയൽ സബ് കമ്മിറ്റിയെ വെച്ചല്ലോ, ഞങ്ങൾ വെച്ചില്ലല്ലോ. അങ്ങനെയല്ല, വാസുകി IAS-ന്റെ ലെറ്റർ അവസാനത്തെ പോയിന്റ് വളരെ കൃത്യമായി വാസുകി IAS പറയുന്നുണ്ട്. അരുൺകുമാർ ചോദിച്ചത്, വസന്തിനോട് ചോദിച്ചത്, ഉപസമിതി വെച്ചല്ലോ, ആ ഉപസമിതിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷമാണോ ഇന്നലെ അടൂർ പ്രകാശ് സംസാരിച്ചതെന്നാണ്. അല്ലല്ല, അടൂർ പ്രകാശിന്റെ വാർത്താ സമ്മേളനമൊക്കെ ഞാൻ കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞത് നിലവിലെ അവസ്ഥയിൽ അതിൽ നിന്ന് പിന്മാറാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്ന് തന്നെയാണ്. അത് ഈ ചർച്ച നടത്തുന്ന സമയത്ത് എൻ്റെ പോയിന്റ് അത് തന്നെയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ടെക്നിക്കലി ആൻഡ് ലീഗലി അതിൽ നിന്ന് പിന്മാറാൻ പറ്റുമെന്ന് അരുൺകുമാർ ഒരു പോയിന്റ് ചൂണ്ടിക്കാണിച്ചാൽ മതി. നമുക്ക് പിന്മാറിയേക്കാം. VP ശ്രീ പത്മനാഭനും നിയമവിരുദ്ധമുള്ള ആളുകളാണ്, എനിക്കില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഒരു പഴയ അഡ്വക്കേറ്റ് ജനറലിന്റെ ഒരു പ്രതികരണം ഉണ്ട്, അതൊന്ന് കേട്ടോക്കാം. പിന്മാറാൻ പറ്റുമോ ഇല്ല എന്നുള്ള ഒരു നിയമോപദേശം ആവട്ടെ. ആ മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ അത് ഒരു നിയമപരമായിട്ടുള്ള ഒരു തീരുമാനമല്ല, അതൊരു ഇൻ പ്രിൻസിപ്പിൾ തത്വത്തിൽ അംഗീകാരം മാത്രമേ ഉള്ളൂ. മന്ത്രിസഭ തീരുമാനിക്കത്തിടത്തോളം കാലം അതിന് യാതൊരു നിയമപ്രാബല്യവുമില്ല. അതുമാത്രമല്ല, ഭരണഘടനയുടെ അനുച്ഛേദം 299 അനുസരിച്ച് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെൻറ്റിനോ അവർക്ക് ബാധകമായ ഒരു തീരുമാനമെടുക്കണമെങ്കിൽ അത് ഗവർണറുടെയോ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിൻ്റെയോ പേരിൽ ഓതറൈസ് ആയിട്ടുള്ള അതിനായി ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥന് ഒപ്പിടണം. ഇപ്പോഴത്തെ MOU ഒരു വെള്ളക്കടലാസിൻ്റെ എന്തെങ്കിലും എഴുതിയതിൻ്റെ ഇഫക്റ്റേ ഉള്ളൂ, അല്ലാണ്ട് യാതൊരു നിയമപ്രാബല്യവും ഇല്ല. ശ്രീ വസന്ത് സിറിയക്ക, ഏത് ഏജിയാണത്? എനിക്ക് വിഷ്വൽ കാണാൻ പറ്റുന്നില്ല. രഞ്ജിത്ത് തമ്പാൻ. LDF-ന്റെ കാലത്തെ അഡ്വക്കേറ്റ് ജനറൽ ആണല്ലോ അല്ലേ? LDF ഗവൺമെന്റ് വെച്ച പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആയിട്ടുള്ള ആണല്ലോ അല്ലേ? ഓക്കെ, ശരി. ഇനി അതിന്റെ ഉത്തരം, അങ്ങനെ പിന്മാറാൻ സാധിക്കുമോ എന്ന് പഠിക്കാനാണ് സാർ മിനിസ്റ്റീരിയൽ സബ് കമ്മിറ്റിയെ വെച്ചിരിക്കുന്നത്. ആ സബ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരട്ടെ. ഇനി സാധിക്കുമെങ്കിൽ അരുൺകുമാറിനോട് ഞാൻ ചോദിച്ചത്, അദ്ദേഹത്തിന് എന്തെങ്കിലും അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് അതുകൂടി പരിഗണിച്ചേക്കാം. ഞാൻ ചോദിക്കുന്ന ചോദ്യം വസന്തിന് മനസ്സിലാകാഞ്ഞിട്ടൊന്നുമല്ല. ഞാൻ ആദ്യം മുതൽ ചോദിക്കുന്നുണ്ട്, ആ സമിതിയുടെ റിപ്പോർട്ട് വന്നിട്ടാണോ അടൂർ പ്രകാശ് സംസാരിക്കുന്നത്? അതെല്ലാം ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അതിലേക്ക് വരാം. നമുക്കൊപ്പം ലീഗിന്റെ പ്രതിനിധി കൂടിയുണ്ട്, അദ്ദേഹത്തിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുൻപ് ഈ വിഷയത്തിൽ കെ സുരേന്ദ്രന്റെ ഒരു പ്രതികരണമുണ്ട്, അതൊന്ന് കേൾക്കാം. ഒരു അഡ്വാൻസ് ആശംസ 10 ദിവസം മുമ്പ് ഞാൻ നിങ്ങളുടെ മുമ്പ് പറഞ്ഞിരുന്നു. ഈ വിദ്യാഭ്യാസ മന്ത്രിക്ക്, ലീഗിന്റെ വടച്ച തമ്പുരാന്, ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രിയെ കൊണ്ട് തന്നെ ഈ PM3 കേരളത്തിൽ നടപ്പാക്കിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മലയാളികളുടെ ആകെ ഒരു അഭിമാനമായിട്ട് ഞാൻ കാണുക. ലീഗുകാരെ കൊണ്ട് തന്നെ ഇത് ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞല്ലോ ഭഗവാനെ. അതാണ് അതിന്റെ കാര്യം. ഈ ശംസുദ്ദീനെ കൊണ്ട് തന്നെ, കൊത്തിയവാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കാൻ കഴിയുന്നു എന്നുള്ളത് മലയാളികളെ സംബന്ധിച്ച് ഒരു അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. ശ്രീ നൌഷാദ് മണ്ണിശ്ശേരി, കെ സുരേന്ദ്രൻ BJP നേതാവാണ് ഈ പറയുന്നത് ലീഗിനെ പറ്റി. കെ സുരേന്ദ്രൻ ബീഫ് കഴിച്ചിട്ട് അത് ഉള്ളിയാണെന്ന് പറഞ്ഞ ആളാണ്. സുരേന്ദ്രൻ അങ്ങനെ പല ദിവാസ്വപ്നങ്ങളുണ്ടാവും. അദ്ദേഹം അങ്ങനെ കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ വിജയിക്കുമെന്ന് വലിയ സ്വപ്നം കണ്ട് നടന്ന ആളല്ലേ. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങളും തകർന്ന് പോവുകയാണ്. BJP-യിൽ ഇപ്പോൾ ആകെ പിടുത്തം വിട്ട് നിൽക്കുകയാണ് സുരേന്ദ്രൻ. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ച് കയറാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന വളരെ നിലവാരം കുറഞ്ഞ ചില വർത്തമാനങ്ങളായിട്ട് അതിനെ കാണേണ്ടതുള്ളൂ. മുസ്ലിം ലീഗിൻ്റെ നിലപാട് വളരെ സുചിന്തിതമാണ്. PM ശ്രീ ഇവിടെ നടപ്പിലാക്കുന്നതിന് മുസ്ലിം ലീഗ് ഒരു ഘട്ടത്തിലും അനുകൂലമല്ല. മുമ്പും അനുകൂലമല്ല, ഇപ്പോഴും അല്ല, ഇനി നാളെയും അല്ല. പക്ഷേ ഇവിടെ പോയി ചർച്ചയിൽ എല്ലാവരും പറഞ്ഞതുപോലെ PM ശ്രീയിൽ ഒപ്പുവെച്ചത്, അല്ലെങ്കിൽ PM ശ്രീയിൽ കൊണ്ടുപോയി കേരളത്തെ അംഗമാക്കിയത് LDF ഗവൺമെൻറ്റാണ്. അത് നമ്മൾ പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ അവരുടെ AG തന്നെ ഇവിടെ വന്നിട്ട് പറഞ്ഞു ഇത് നിയമപരമായിട്ടല്ല ഒപ്പുവെച്ചത്. പല സംശയങ്ങളും നമുക്കുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് സഞ്ജയ് കുമാർ IAS മുന്നിൽ
ഡോക്ടർ കെ വാസുകി IAS ഒപ്പുവെക്കാൻ വേണ്ടി പോകുമ്പോൾ ക്യാബിനറ്റ് ഡിസിഷൻ ഉണ്ടോ എന്ന് പോലും കേന്ദ്രം നോക്കിയിട്ടില്ല. അപ്പോൾ ഇവിടെ നേരത്തെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞതുപോലെ ബ്രിട്ടാസ് ബ്രിഡ്ജിൻ്റെ ഭാഗമായിട്ട് നടന്ന ഒരു ഡീലാണ്. അതിലൊരു ആർക്കും തർക്കമില്ലല്ലോ. എന്തുകൊണ്ടാണെന്നറിയോ? മന്ത്രിസഭയെ ഇരുട്ടിൽ നിർത്തിയിട്ട് നിങ്ങൾ നോക്ക്, മന്ത്രിസഭയിൽ ചർച്ച നടക്കുകയാണ്. CPI മന്ത്രിമാർ ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ട്, നമ്മളിതിൽ ഒപ്പുവെക്കുന്നു. അതിനേക്കാൾ വലിയ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നത്, ആരും അടൂർ പ്രകാശ് ഇതാ വന്നോളൂ CPI ഞങ്ങൾ ക്ഷണിക്കുന്നു, ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗമായിക്കോളൂ എന്നാണ് പറഞ്ഞത്. അപ്പം നിങ്ങളെ ഇനി ഇടതുപക്ഷം ക്ഷണിച്ചാ പോവോ? അല്ല പറയട്ടെ മുഴുവനാക്കട്ടെ. അതും CPI മാത്രമല്ല, CPIMന്റെ ജനറൽ സെക്രട്ടറി, കേരളത്തിലെ മുൻ വിദ്യാഭ്യാസ മന്ത്രി MA ബേബി എന്ന് പറഞ്ഞത് എന്താണ്? അത് ചർച്ച നടക്കുന്നുള്ളൂ, ഒപ്പുവെച്ചിട്ടില്ല എന്നാ. പിണറായി വിജയനും ശിവൻകുട്ടിയും ആ മന്ത്രിസഭയിലും ഉണ്ടാതിരിക്കുകയാണ്. അവർക്ക് രണ്ടാൾക്കാരെ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇരുട്ടിൻ്റെ മറവിൽ സ്വന്തം പാർട്ടി ജനറൽ സെക്രട്ടറിയെ പോലും ഇരുട്ടിൻ്റെ മറവിൽ നിർത്തി, സ്വന്തം ക്യാബിനറ്റിലെ അംഗങ്ങളെപ്പോലും ഇരുട്ടിൻ്റെ മറവിൽ നിർത്തി. ക്യാബിനറ്റ് ഒരു നയപരമായ കാര്യം എടുക്കുമ്പോൾ ക്യാബിനറ്റിൻ്റെ തീരുമാനം വേണം. ആ തീരുമാനമില്ലാതെ PMCയിൽ ഒപ്പുവെച്ചു. എന്തിനാണ് ഒപ്പുവെച്ചത്? അവർ പറഞ്ഞ SSKയുടെ ഫണ്ട് വാങ്ങാനാണ്. എന്നിട്ട് SSKയുടെ ഫണ്ട് മുഴുവൻ കിട്ടിയോ? SSKയുടെ ഫണ്ട് ഒപ്പുവെക്കാതെ കിട്ടി. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ മന്ത്രിസഭാ ഉപസമിതിയെ വെച്ചത് എന്തിനാണ്? PMCയിൽ തുടരാനാണെങ്കിൽ ഒരു മന്ത്രിസഭാ ഉപസമിതിയും വേണ്ട. സഞ്ജയ് കുമാർ IASന്റെ ലെറ്റർ വരുമ്പോൾ ഓക്കെ എന്നടിച്ചാൽ മതി. അതിനല്ല, ഈ PM ശ്രീ പദ്ധതിയിൽ LDF ഗവൺമെൻറ് ഒപ്പുവെച്ചതിൽ പല ദുരൂഹതയുമുണ്ട്. മുസ്ലിം ലീഗും ജനാധിപത്യ മുന്നണിയും PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് ഒരു ഘട്ടത്തിലും അനുകൂലമല്ല. അതുകൊണ്ട് തന്നെ ഇടതു മുന്നണി ഇതിൽ വെച്ച ഈ കെണിയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കണം. ഇരുട്ടിന്റെ മറവിൽ പിണറായി ഒപ്പിച്ച അതാണ് പറയുന്നത്. ഇരുട്ടിന്റെ മറവിൽ ബ്രിട്ടാസ് പാലത്തിലൂടെ കടന്നുപോയി ഒപ്പുവെച്ചതിന് വെളിച്ചത്തിന്റെ തെളിച്ചത്തിൽ കേരളത്തിന്റെ എല്ലാ അവകാശങ്ങളും, സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. വൈജ്ഞാനികമായി ഒരുപാട് വലിയ പുരോഗതി ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസപരമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റും അതുപോലെ തന്നെ ടെക്നോളജിക്കലായിട്ട് കണ്ണഞ്ചിപ്പിക്കുന്ന മാറ്റങ്ങൾ ലോകത്ത് വരികയാണ്. അപ്പോൾ അതിനൊക്കെയുള്ള ഫണ്ടുകൾ വേണം, സാഹചര്യങ്ങൾ വേണം. ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഈ സംസ്ഥാനത്തിൻ്റെ ഭാവി ഭാഗതയെ നിർണ്ണയിക്കുന്ന ഈ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കിട്ടേണ്ട ഫണ്ടുകൾ നമുക്ക് നേടിയെടുക്കേണ്ടതുണ്ട്. എന്നാൽ PM ശ്രീ പോലെയുള്ള ഈ കേന്ദ്രത്തിൻ്റെ കെണികളിൽ നിന്ന് നമ്മൾക്ക് പുറത്തു ചാടേണ്ടതുണ്ട്. നിങ്ങൾ നോക്ക്, ഇപ്പോൾ ഇവിടെ നേരത്തെ ചർച്ചയിൽ പങ്കെടുത്തവരൊക്കെ പറഞ്ഞല്ലോ, PM ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാന ഗവൺമെൻറ്റിന് ഏകപക്ഷീയമായി ഒഴിവാകാമെന്ന്. കേരള നിയമസഭയിൽ നടന്ന ചർച്ച നിങ്ങൾ ഓർക്കുന്നില്ല? ഈ ചർച്ച എല്ലാവരും നമ്മളൊക്കെ ഒന്ന് ലൈവായിട്ട് കണ്ടതാണല്ലോ ചർച്ച. പ്രതിപക്ഷ നേതാവിൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ശംസുദ്ദീൻ അവരൊപ്പുവെച്ച MOU വായിച്ചത്. ആ MOUയിൽ പറയുന്നുണ്ട്, ഒരു ഘട്ടത്തിൽ പോലും സംസ്ഥാന ഗവൺമെന്റിന് ഇതിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാൻ കഴിയില്ല എന്ന്. പ്രതിപക്ഷത്തുള്ള പറയട്ടെ, കേരള സംസ്ഥാനം PM ശ്രീ നടപ്പാക്കും, അങ്ങനെയാണോ? അല്ലല്ല, നടപ്പാക്കും എന്നല്ല പറഞ്ഞു. മുഴുവൻ കേൾക്കി, തോക്കിന്റെ ഉള്ളിൽ കോടി വെക്കല്ലേ. ശംസുദ്ദീൻ നിയമസഭയിൽ അത് പറഞ്ഞപ്പോ പിന്മാറാൻ ആ കരാറ് പ്രകാരം, പിണറായി വിജയൻ ഗവൺമെന്റ് ഒപ്പുവെച്ച കരാറ് പ്രകാരം ഏകപക്ഷീയമായി പിന്മാറാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ആ പറഞ്ഞത് തെറ്റാണെങ്കിൽ ശംസുദ്ദീനെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കുമോ? ആ പറഞ്ഞത് തെറ്റാണെന്ന് പറയാൻ പിണറായി വിജയന് ധൈര്യമുണ്ടോ? അപ്പൊ അത്തരത്തിലുള്ള കെണികൾ ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് എങ്ങനെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അനിവാര്യമായി, അതുകൊണ്ടാണ് ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ വസന്ത് സിറിയക്, നോക്കൂ, ഒപ്പിട്ടു അവർ എന്നുള്ളത് വസ്തുത, യാഥാർത്ഥ്യം, അതാരും നിഷേധിക്കുന്നില്ല. ആ ഒപ്പിട്ടു. പക്ഷെ അവർ ഏതെങ്കിലും സ്കൂളുകൾ ഇവിടെ PM ശ്രീ നടപ്പാക്കണം, ഈ സ്കൂളിൽ നടപ്പാക്കിക്കോളൂ എന്ന് പറഞ്ഞ് ആ പട്ടിക കൊടുത്തോ? പട്ടിക കൊടുത്തിട്ടില്ല. PM ശ്രീയുടെ ഭാഗമായി 5 പൈസ കേരളത്തിന് കിട്ടിയിട്ടില്ല. അത് കേന്ദ്ര സർക്കാർ തന്നെ നിങ്ങളുടെ MP ചോദിച്ച ചോദ്യത്തിന് സമ്മതിക്കുന്നുണ്ട്. പിന്മാറാൻ കഴിയുമോ? പിന്മാറാമെന്ന് കേന്ദ്ര സർക്കാർ നിങ്ങളുടെ MP ചോദിച്ച ചോദ്യത്തിന് മറുപടി നൽകുന്നുണ്ട്. എന്റെ ചോദ്യം അതൊന്നുമല്ല. ഈ PM ശ്രീയുടെ പദ്ധതിയുടെ കാലാവധി എത്രയാണ്? അല്ല, അതിനുത്തരം പറയാം. അതിന് മുമ്പ് ഞങ്ങൾ അങ്ങനെ ഒരു സ്കൂളിന്റെ ലിസ്റ്റ് കൊടുത്തു ആര്യ? ഇല്ലല്ലോ. 2 പൈസ കൈപ്പറ്റിയില്ല എന്ന് പറയുമ്പോൾ ഇന്നത്തെ മന്ത്രിയുടെ പൂർണ്ണമായും വായിച്ചില്ല. UDF കൺവീനർ പറയുമ്പോൾ വിശ്വസിക്കില്ലാതെ എന്താ നിവൃത്തി? ഇല്ലെന്നേ.
അതെ, ഞാൻ കേൾപ്പിക്കണോ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം അതിൻ്റെ അകത്ത് ക്ലാരിറ്റി ഇന്ന് വരുത്തിയിട്ടുണ്ട്. അത് മന്ത്രിസഭ അല്ല, അദ്ദേഹം തന്നെ അതിൻ്റെ അകത്ത് ക്ലാരിറ്റി വരുത്തിയില്ലേ? ഞാനല്ലല്ലോ മാറ്റി പറയുന്നത്. അദ്ദേഹം തന്നെ വളരെ കൃത്യമായി അതിൻ്റെ അകത്ത് ഇന്ന് ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞത് നിലവിൽ അതാണ് മുമ്പിലുള്ള വഴി എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ മന്ത്രിസഭാ ഉപസമിതി അതിനുശേഷമാണ് ഈ പറയുന്ന കേന്ദ്രമന്ത്രിയുടെ അടക്കം വാദം വരുന്നത്. മന്ത്രിസഭാ ഉപസമിതി അത് പരിഗണിക്കട്ടെ എന്നാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് നിലപാടും. ഇനി അങ്ങ് പറയുന്നത് പോലെ പൈസ കൈപ്പറ്റിയില്ല എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഈ മന്ത്രിയുടെ കാലാവധി എത്ര വരെയാണ്? അല്ല, അടുത്ത വർഷം മെയ് വരെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഏതാനും മാസങ്ങൾ മാത്രം. നിങ്ങൾ തന്നെ ഇന്ന് അടൂർ പ്രകാശ് പറഞ്ഞ കാര്യത്തിൽ പറയുന്നുണ്ട് ഓണാവധി കഴിഞ്ഞിട്ട് ആയിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക എന്ന്. ഓണാവധി കഴിഞ്ഞ പിന്നെ കഷ്ടിച്ച് ഒരു അക്കാഡമിക് ഇയർ, ആ അക്കാഡമിക് ഇയറിൽ നിങ്ങൾ ഇവിടെ നിന്ന് സ്കൂളുകൾ കണ്ടെത്തണം, ഏതൊക്കെ സ്കൂളുകളാണെന്ന്. ആ സ്കൂളുകളുടെ പട്ടിക അവിടേക്ക് കൊടുക്കണം. ആ പട്ടിക അവിടെ നിന്ന് അംഗീകരിച്ച് ഓക്കെ ആണെന്ന് കേന്ദ്രം ഇങ്ങോട്ട് പറയണം. എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ. ഈ ഒരു വർഷത്തിനുള്ളിൽ ഇതൊക്കെ നടക്കുമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഈ തിടുക്കം? അല്ല, അങ്ങനെ നടക്കില്ല. പിന്നെ എന്തിനാണ് ഈ കോലാഹലം? എന്തിനാണ് എന്റെ നിസാര എന്ന് ഞങ്ങൾ ആര്യ ഞങ്ങൾ പറയാത്ത പറയരുത്. ഞങ്ങൾ എവിടെ പറഞ്ഞു? ഞങ്ങളുടെ ഏതെങ്കിലും നേതാക്കൾ പറഞ്ഞു PMC ഞാനൊരു വീഡിയോ കാണിക്കാം. അല്ല, ആ വീഡിയോ അല്ല, ഈ വീഡിയോ കൂടെ കാണും. പ്രിയപ്പെട്ട ആ ബ്രിഡ്ജേഷാണ് ഞങ്ങൾക്കിടയിൽ പാലമായി പ്രവർത്തിച്ചതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞ വീഡിയോ ഉണ്ട്. അപ്പൊ അതെല്ലാം കാണിക്കേണ്ടതായി വരും. ബ്രിട്ടാസിന് ബ്രിട്ടാസാണ് ഞങ്ങൾക്കിടയിലെ ബ്രിഡ്ജ്, പാലം എന്ന് പറഞ്ഞു. ആ സിംഹാസനത്തിൽ നിന്ന് പാറ്റകൾ എടുത്തു കളഞ്ഞു. ഇവിടെ കേരളത്തിൽ ഭരണം മാറിയതിനും ഞാൻ നേരത്തെയും അത് ചൂണ്ടിക്കാണിച്ചു. കേരളത്തിൽ ഭരണം മാറിയതിനും ചില കാരണങ്ങൾ ഉണ്ടാകുമല്ലോ. ആ കാരണങ്ങൾ തന്നെ തെരഞ്ഞു പിടിച്ച് ഞങ്ങൾ നടപ്പാക്കുന്നു. നിങ്ങൾ വാശി പിടിക്കുന്നത് എന്തിനാണ്? ഒരു വാശിയില്ലെന്നേ. കാരണങ്ങളൊക്കെ CPM കണ്ടെത്തി പറഞ്ഞല്ലോ. കാരണഭൂതനെ പിന്നെയും താക്കോൽ സ്ഥാനം കൊടുത്ത് ഇരുത്തുകയും ചെയ്തു. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ച് UDFന്റെ ഒരു നേതാവോ UDFന്റെ ഒരു പ്രവർത്തകനോ ഒരു വക്താവോ PM-ശ്രീയുമായി ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് ഇതിലൊരു ടെക്നിക്കൽ ലാഗ് ഉണ്ട്. അതായത് നിയമപരമായ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഇവർ സൈൻ ചെയ്ത MOU പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം അതാണ് ഇതിൻ്റെ ബേസ്. ഗവൺമെൻറ്റുകൾ തുടർച്ചയാണ്. അപ്പോൾ ഇവർ സൈൻ ചെയ്ത MOU പ്രകാരം നമുക്ക് പിന്മാറാൻ പറ്റില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ക്ലിയർ ആണല്ലോ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇനി ഇത് അങ്ങനെയല്ല എന്ന് ഇന്നലെ കേന്ദ്രമന്ത്രി പറഞ്ഞു. പിന്മാറാൻ പറ്റുമെന്നല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു ക്ലാരിറ്റി ഇല്ല. BJP പ്രതിനിധി പോലും അത് പറഞ്ഞു. ആ ഉത്തരത്തിൽ പോലും ഒരു ക്ലാരിറ്റി ഇല്ല. ഇനി അങ്ങനെ പറ്റുമെന്നൊരു സാധ്യതയുണ്ടെങ്കിൽ അത് പഠിക്കാനാണ് മന്ത്രിസഭാ ഉപസമിതി ഉള്ളത്. ഇപ്പോൾ നിലവിൽ PM-ശ്രീയുടെ അവസ്ഥ എന്താ കേരളത്തിൽ? ഇറ്റ്സ് കെപ്റ്റ് ഇൻ അബെയൻസ്. ഇപ്പോഴും കെപ്റ്റ് ഇൻ അബെയൻസ് ആണ് സാർ. UDF ഗവൺമെന്റ് വന്നിട്ട് 3ാമത്തെ മാസമല്ലേ? ഈ 3 മാസം അത് കെപ്റ്റ് ഇൻ അബെയൻസിൽ നിന്നോട്ടെ. അത് നമ്മൾ തൊടാതിരുന്നാ പോരെ? അല്ല, അവിടെയാണ് പ്രശ്നം. ആ കെപ്റ്റ് ഇൻ അബെയൻസ് മാറ്റി അതിനെ ലൈവ് ആക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സെക്രട്ടറി കേരളത്തിന് ലെറ്റർ അയച്ചു. സ്വാഭാവികമായും നമ്മൾ അതിന് റിപ്ലൈ കൊടുക്കണം. ആ റിപ്ലൈ കൊടുക്കുമ്പോൾ ഞാൻ അതുകൊണ്ടാണ് നേരത്തെ അത് വായിച്ചു പോയത്. അപ്പോൾ നിങ്ങൾ ഇടപെട്ടു. ആര്യ തന്നെയാണ് ഇടപെട്ടത്. അതായത് വാസുകി IAS പറഞ്ഞത് ഞങ്ങളിത് കെപ്റ്റ് ഇൻ അബെയൻസ് വെക്കുകയാണ്. എപ്പോൾ വരെ? മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് വരെ വരുന്നത് വരെ എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ കേന്ദ്രം നമുക്ക് കത്തയച്ചു. നിങ്ങളുടെ മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് ഇതുവരെ വന്നില്ലേ? എന്നാൽ നിങ്ങൾ വന്നല്ലോ, നിങ്ങൾ ഇത് നടപ്പിലാക്കണം, ഇത് ലൈവ് ആക്കണം എന്ന് പറഞ്ഞ് നമുക്ക് റിപ്പോർട്ട് അയച്ചു. അപ്പോൾ നമുക്കതിന് മറുപടി പറയേണ്ടതായിട്ടുണ്ട്, ഉത്തരിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ പുതിയ മന്ത്രിസഭാ ഉപസമിതിയെ വെച്ചു. ആ ഉപസമിതി പറയുകയാണ് ഇത് നടപ്പിലാക്കേണ്ടതില്ല, ഇതിന് നിയമപരമായി യാതൊരു പ്രശ്നവുമില്ല, നമ്മൾ പിന്മാറുന്നതിൽ അല്ലെങ്കിൽ ഇത് വീണ്ടും കെപ്റ്റ് ഇൻ അബെയൻസ് തുടരുന്നതിൽ പ്രശ്നമില്ല എന്നാണ് പറയുന്നതെങ്കിൽ ഇത് നടപ്പിലാക്കില്ല. അങ്ങ് ഇത് സേവ് ചെയ്ത് വെച്ചോ, എന്നിട്ട് അങ്ങനെ വിളിച്ചോ, നടപ്പിലാക്കില്ല. പക്ഷേ ആ ടെക്നിക്കൽ ഇഷ്യൂ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ അങ്ങ് ഈ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റായ AGമാരുടെ നിയമോപദേശമൊന്നും എടുക്കരുത്. അല്ലാത്ത എത്രയോ പ്രഗത്ഭരായ സീനിയർ അഭിഭാഷകരുണ്ട്, അവരെ എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യും. ഈ മന്ത്രിസഭാ ഉപസമിതി അവരുടെ എല്ലാം അഭിപ്രായം ആരായും. അത് ആരാഞ്ഞ ശേഷം ഇത് നടപ്പിലാക്കിയേ മതിയാകൂ എന്നുള്ള സാധ്യതയിലേക്കാണ് എത്തുന്നതെങ്കിൽ അതിൽ നമ്മളുടെ ഡിമാൻഡ് ഒന്നാമത്തത് കരിക്കുലം നമ്മൾ തീരുമാനിക്കും, ഈ സിലബസ് നമ്മൾ തീരുമാനിക്കും. അത് പറ്റില്ല എന്നായിരുന്നു നമ്മൾ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ മന്ത്രി അത് വ്യക്തത വരുത്തിയിട്ടുണ്ട്. അത് തീരുമാനിക്കാം, കേരളത്തിന് തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിനല്ല, അതാത് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം എന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ എന്ത് പറയുന്നു? എന്താണ് വ്യത്യാസം? അവര് പറഞ്ഞതെല്ലാം ചെയ്യാനാണോ നിങ്ങൾ അധികാരത്തിൽ വന്നിട്ടുള്ളത്?
അതിലൊരു പ്രശ്നം എന്താണെന്നറിയാമോ? ഇപ്പൊ അങ്ങ് പറയുന്ന നമ്മുടെ ഇദ്ദേഹം ഉണ്ടല്ലോ, ശിവൻകുട്ടി, ശിവൻകുട്ടി അന്ന് നമ്മളോട് പറയുന്നു ഇങ്ങനെയല്ല അങ്ങനെയാണെന്ന് പറയുന്നു. അദ്ദേഹം ഒരു ഡോക്യുമെന്റ് ഹാജരാക്കുന്നില്ല. ശിവൻകുട്ടിയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാര്യം കൂടെ ഇരിക്കുന്ന CPIക്ക് പോലും ഒന്നും വിശ്വാസമില്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്? ആരിക്കോ എനിക്കോ UDFിനോ സാധാരണക്കാർക്കോ വിശ്വസിക്കാൻ പറ്റില്ല. കാര്യം കൂടെ കിടക്കുന്നവന് രാപ്പന്നെ അറിയാം എന്ന് പറയുന്ന പോലെ കൂടെ ഉണ്ടായിരുന്ന CPIക്ക് അവരെ വിശ്വാസമില്ല. പിന്നെ ശിവൻകുട്ടി പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഇപ്പോൾ എന്താ? ഇപ്പോ കേന്ദ്രമന്ത്രി തന്നെ പാർലമെന്റിൽ പറഞ്ഞൊരു ഉത്തരമുണ്ട്. അത് ചോദിച്ചല്ലോ, ഡീൻ കുര്യാക്കോസ് ചോദിച്ചല്ലോ. ഡീൻ കുര്യാക്കോസിന്റെ ചോദ്യം ഞാൻ അങ്ങേക്ക് ചർച്ചയ്ക്ക് മുമ്പ് തന്നെ അയച്ചു തന്നിട്ടുണ്ട്. ഡീൻ കുര്യാക്കോസിന്റെ ചോദ്യത്തിൽ ഒരിടത്തും അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടില്ല. കേന്ദ്രമന്ത്രി ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഇതേ സഹമന്ത്രിയാണ് അതിനോട് ഉത്തരിച്ചത്. അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ്. ജബി മേത്തറിന്റെ ആ ചോദ്യങ്ങൾ ചോദിച്ചു. എന്തൊരു ക്ലാരിറ്റിയാണ് ആ ചോദ്യങ്ങൾക്ക്. അതുപോലെ ക്ലാരിറ്റിയോട് കൂടി ചോദിക്കണമായിരുന്നു. അപ്പോൾ ക്ലാരിറ്റിയോട് കൂടിയുള്ള മറുപടി കിട്ടും. അല്ലല്ല, ഡീൻ കുര്യാക്കോസിന്റെ വളരെ പോയിന്റഡ് ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. അങ്ങ് വായിച്ചതാണ്. ജബി മേത്തറിന്റെ ചോദ്യം, ഞങ്ങളുടെ എംപിമാരൊക്കെ മിടുക്കന്മാരാണെന്നേ, ഞങ്ങൾ ആദ്യം പോയി ബ്രിഡ്ജ് പണിയും തങ്ങളുടെ തലയിലിരുന്ന പാപഭാരം മുൻ പിണറായി സർക്കാരിന്, പഴയ പിണറായി സർക്കാരിന് കഴുകിക്കളയാൻ കളഞ്ഞത്. അല്ല, അവർക്ക് എങ്ങനെയാ കഴുകി കളയാൻ സാധിക്കുന്നത്? ഞങ്ങൾ പറഞ്ഞല്ലോ ആര്യ, പറഞ്ഞുകൊണ്ടിരുന്നു ഞങ്ങൾ പൈസ വാങ്ങിയിട്ടില്ല, ഞങ്ങൾ ഒപ്പിട്ടു, പക്ഷെ ലിസ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. അതിപ്പം നിങ്ങളുടെ MP ചോദിച്ചു, കേന്ദ്ര സർക്കാർ കേരളം മുഴുവൻ അറിഞ്ഞു. മന്ത്രി പറഞ്ഞത് മേടിച്ചു എന്നാണ് കേട്ടോ. അങ്ങത് വായിച്ചോ? ഏതാ? അല്ല, ആര്യ P അങ്ങ് അത് വായിച്ചോ? അദ്ദേഹത്തിന്റെ ഉത്തരം വായിച്ചോ? ഈ PM ശ്രീയുടെ ഭാഗമായിട്ടാണ് പൈസ കൈപ്പറ്റിയത് 92 മന്ത്രി പറഞ്ഞത്. ഇനി അതിൻ്റെ അവകാശ ലംഘനത്തിന് വേണം റിപ്പോർട്ട് കൊടുക്കാം, നോട്ടീസ് കൊടുക്കാം. അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, സംസ്ഥാന സർക്കാർ 23 അതിൻ്റെ മലയാള പരിഭാഷയാണ് കേട്ടോ, 23/10/2025 PM ശ്രീയിൽ ഒപ്പിട്ടു. കുട്ടികളുടെ വിശാല വിദ്യാഭ്യാസ ആവശ്യാർത്ഥം 99.27 കോടി രൂപ അനുവദിച്ചു. അത് PM ശ്രീയുടെ ഭാഗമായിട്ടാണെന്നാണ് കേന്ദ്രമന്ത്രി ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അത് SSK keeping in the view larger perspectives as well, the educational needs of state children 99.27 crore has been released as a central share of സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ശ്രീ അരുൺകുമാർ, ആ ലഭിച്ച 92 കോടി SSK ഫണ്ടായിരുന്നോ PM ശ്രീ ഫണ്ടായിരുന്നോ? അല്ല, അദ്ദേഹത്തോട് മറ്റേ കാര്യം ചോദിക്കണം. പിന്മാറാൻ പറ്റുമെന്ന് ഒരു പോയിന്റ് അദ്ദേഹം പറയട്ടെ. അതൊന്ന് കാണിക്കാൻ പറയും. ആര്യ, താങ്കൾ നിരവധി ചോദ്യങ്ങൾ ചോദിച്ചു. കോൺഗ്രസിന്റെ പ്രതിനിധിയും മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയും അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറഞ്ഞ് തെന്നി പോകുന്ന കാഴ്ച കണ്ടു. അതിനിടയിൽ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു, ഇന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തന്ന ഞാൻ ചർച്ച നിർത്തി, ഇനി പൊതുപ്രവർത്തനം തന്നെ, ഇനി ഒരിക്കലും ചർച്ചയ്ക്ക് വരാത്ത തരത്തിൽ പോയിക്കോളാന്ന്. നിങ്ങളൊന്നും അങ്ങനെ പോകരുത്, നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകണം. ഇന്നലെ മുതൽ കോൺഗ്രസിന്റെ ചില ഔദ്യോഗിക പ്രതിനിധികൾ മുങ്ങി. അതായത് ഞാൻ പങ്കെടുത്ത ചർച്ചയിലടക്കം 5 മിനിറ്റ് മുമ്പ് വരില്ലെന്ന് പറഞ്ഞ് മുങ്ങി. അപ്പോൾ താങ്കളെ കൂട്ടുള്ള ആളുകൾ വന്നിരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകണം എന്നതാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം കഴിഞ്ഞ 75 ദിവസത്തിനുള്ളിൽ എത്ര യൂട്ടേണുകളാണ് കേരളം കണ്ടത്? അതിൽ ഏറ്റവും വലിയ യൂട്ടേണുകളാണല്ലോ ഇപ്പൊ ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ലൈഫ് ലോഗോയുടെ ഭാഗമായിട്ടും അതുപോലെ തന്നെ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടും എല്ലാം നമ്മൾ കാണുകയാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്താണ് കരാർ, എന്താണ് ധാരണാപത്രം? കരാർ ഒപ്പിട്ടാൽ, ഇപ്പൊ വിഴിഞ്ഞം കരാർ മുൻ ഗവൺമെന്റ് ഒപ്പിട്ടു, LDF ഗവൺമെന്റ് വന്നപ്പോൾ ആ കരാറായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. ഇത് ധാരണാപത്രമാണ്, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ്. ഇപ്പൊ 2 ചോദ്യങ്ങൾ ഉത്തരം കിട്ടിയില്ലോ. ഒന്ന് ജബി മേത്തറുടെ വിശദമായ ചോദ്യത്തിന് കിട്ടിയ മറുപടി, നിങ്ങളുടെ MP അല്ലേ മിസ്റ്റർ? അതുപോലെ തന്നെ PV അബ്ദുൾ വഹാബ്, നിങ്ങളുടെ MP അല്ലേ മിസ്റ്റർ? ഈ 2 ചോദ്യത്തിന് കിട്ടിയ കൃത്യമായിട്ടുള്ള ഉത്തരം. ഇന്ന് ജയന്ത് ചൗധരിയുടെ മറുപടി എന്താ? ഒന്ന്, PM ശ്രീയിൽ കേരളം ഒപ്പിട്ടിട്ടുണ്ടെങ്കിലും PM ശ്രീയുമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല. കഴിഞ്ഞ 6 മാസമായി നമ്മുടെ മുന്നിലുണ്ടല്ലോ, ഒറ്റ സ്കൂളുകളുടെ ലിസ്റ്റ് കൊടുത്തില്ല. അതുപോലെ അനുബന്ധമായി ചെയ്യേണ്ട കരാറിലെ കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടില്ല. ആ 20-ാം ദിവസം കൊടുത്ത ക്യാപ്റ്റൻ അവേഴ്സ് അങ്ങനെ നിൽക്കുന്നു. എനിക്കൊന്ന് ഒരു മിനിറ്റ് സമയം തരണം. നേരത്തെ ശ്രീ വസന്ത് സിലേക്ക് പറഞ്ഞത് പച്ചക്കള്ളമാണ്. ആ സെന്റൻസ് ഒന്നും ഞാനത് എടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നമുക്ക് എല്ലാ വരിയും ഇപ്പം നമുക്ക് ഓർമ്മയുണ്ടാകണമെന്നില്ലല്ലോ. PM ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആ പണം കൊടുത്തതെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് പാർലമെന്റിൽ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കണമെന്ന് പറയാം. ആ സെന്റൻസ് ഒന്ന് മുഴുവൻ വായിച്ചേ. അല്ല ആര്യ, അതിന് ഉത്തരം ഞാൻ പറയാം. ഒരു ഉത്തരവില്ല. താങ്കൾ പറഞ്ഞത് PM ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ പണം കൊടുത്തുവെന്ന് ജയന്ത് ചൗധരി മറുപടി നൽകിയെന്നാണ് പറഞ്ഞത്. എന്നിട്ട് എന്നോട് അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കാൻ പറഞ്ഞു. ആ സെന്റൻസിന്റെ അവസാനം കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. സമഗ്ര ശിക്ഷ ഫോർ കേരള തന്നെയാ പറഞ്ഞത്.
അങ്ങനെ തന്നെയാ ഞാൻ പറഞ്ഞു. ഞാൻ വായിക്കാലോ അല്ല, താങ്കൾ ആ വാചകത്തിന്റെ പകുതി വരെ വായിച്ചു. ആ ഇംഗ്ലീഷിലുള്ള വാചകം മലയാളത്തിൽ തർജ്ജമ ചെയ്തതിന്റെ പകുതി വരെ വായിച്ചു. എന്നിട്ട് കള്ളത്തരം പറയരുത്. നമുക്ക് ഈ ചർച്ചയിലുള്ള മറ്റാളുകളോട് ചോദിക്കാം താങ്കൾ എന്താ പറഞ്ഞെന്ന്. ഞാൻ വായിക്കാം. By transparent challenge mode of the selection of PM Sri schools, keeping in the view larger perspective as well as the educational needs of the state children, 99.27 crore has been released as the central share of RT entitlement component of some SSK. അപ്പോ അരുൺ ഈ ചർച്ച എനിക്ക് സമയം തരണേ. അല്ലല്ല, ഒരു പച്ചക്കള്ളല്ല, അരുൺകുമാറാണ് ശുദ്ധ നുണ വിളിച്ചു പറഞ്ഞത്. SSK ഫണ്ട് കിട്ടണമെങ്കിൽ PM ശ്രീയിൽ ഒപ്പിടണമെന്ന് ഈ ചർച്ചയിലെ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ശ്രീ അരുൺകുമാറാണ്. SSK ഫണ്ട് കിട്ടണമെങ്കിൽ PM ശ്രീയിൽ ഒപ്പിടണമെന്ന് പറഞ്ഞത് അരുൺകുമാറാണ്. അല്ലല്ല, അത് അരുണോട് ചോദിച്ചാൽ മതി. അരുണിനോട് ചോദിക്കൂ. അരുൺ പറഞ്ഞത് SSK ഫണ്ട് കിട്ടണമെങ്കിൽ നമ്മൾ PM ശ്രീയിൽ ഒപ്പിടണമെന്നാണ്. ജയൻ ചൗധരി പറഞ്ഞിരിക്കുന്നത് SSK ഫണ്ടാണ്. പക്ഷേ അതൊറ്റ ലൈനിലാണ് ജയൻ ചൗധരിയുടെ ഉത്തരവുള്ളത്. PM ശ്രീയിൽ ഒപ്പിട്ടതിനാൽ SSK ഫണ്ട് RTA എൻടൈറ്റിൽമെന്റ് ഞങ്ങൾ റിലീസ് ചെയ്തു. അപ്പൊ അരുണിന്റെ വാദം ശരി. ഈ റിപ്പോർട്ട് പ്രകാരം അരുണിന്റെ വാദം കൃത്യമാണ്. കാരണം അരുൺ പറഞ്ഞത് SSK ഫണ്ട് കിട്ടണമെങ്കിൽ PM ശ്രീയിൽ ഒപ്പിടണമെന്നാണ്. ജയൻ ചൗധരി പറഞ്ഞിരിക്കുന്നത് PM ശ്രീയിൽ ഒപ്പിട്ടുകൊണ്ട് ഞങ്ങൾ SSKയുടെ 99 കൊടുത്തു എന്നാണ്. അപ്പൊ ഇവിടെ എവിടെയാണ് ഞാൻ കള്ളം പറഞ്ഞത്? ഇവിടെ എവിടെയാണ് ക്ലാരിറ്റിയുടെ ഇഷ്യൂ ഉള്ളത്? താങ്കൾ നേരത്തെ എന്നോട് പറഞ്ഞത് പാർലമെന്റിൽ മഴക്കാർ കാണുന്നതിന് മുമ്പ് കൊടയെടുത്ത് ഇറങ്ങല്ലേ ആര്യ? മഴക്കാർ കാണുന്നതിന് മുമ്പ് കൊടയെടുത്ത് ഇറങ്ങല്ലേ? താങ്കൾ കൃത്യമായി പറഞ്ഞത് 99 കോടി രൂപ നൽകിയത് PM ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ടാണെന്നാണ്. കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ പറഞ്ഞത് എന്താണ്? അല്ല, അത് സമഗ്ര ശിക്ഷാ അഭിയാൻ ഫണ്ടാണ് എന്നാണ് പറഞ്ഞത്. അല്ല അവർ കൃത്യമായി പറയുന്നുണ്ട്. PM ശ്രീയിൽ കേരളം ഒപ്പിട്ടതിനാൽ സമഗ്ര ശിക്ഷാ അഭിയാന്റെ ഫണ്ട് റിലീസ് ചെയ്തു എന്നാണ് പറയുന്നത്. അത് തന്നെയാണ് പിണറായി വിജയൻ പറയുന്നത്, അത് തന്നെയാണ് അരുൺകുമാർ പറയുന്നത്, അത് തന്നെയാണ് AR റഹീം പറയുന്നത്, അത് തന്നെയാണ് ബ്രിട്ടാസും പറയുന്നത്. ഞാൻ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അവരുടെ വിഷയമാണ് ഞാൻ പറഞ്ഞത്. ഇനി രണ്ടാമതായി ഒരു പ്രശ്നം ഞാൻ പറഞ്ഞത് തമിഴ്നാടിന് കോടതിയിൽ പോയി അത് മേടിക്കാൻ പറ്റി. അപ്പോ എന്തുകൊണ്ട് അന്നത്തെ കേരള ഗവൺമെന്റിന് പോകാൻ പറ്റില്ല എന്നാണ് എന്റെ ചോദ്യം. ഇന്നത്തെ ഗവൺമെന്റ് ഞാൻ താങ്കളോട് ചോദിക്കുന്നു, എന്തുകൊണ്ട് VD സതീശൻ സർക്കാർ ആ ആർജവം കാണിക്കുന്നില്ല എന്ന്. നാലാമത്തെ തവണ ഞാൻ അങ്ങോട്ട് പറയുന്നു, അതിനുവേണ്ടിയാണ് മിനിസ്ട്രിയൽ സബ് കമ്മിറ്റിയെ വെച്ചിരിക്കുന്നതെന്ന്. അതിനു മുൻപ് എന്തിനാണ് നിങ്ങളുടെ UDF കൺവീനർ വന്ന് ഞങ്ങൾ സ്കൂളുകൾ നോക്കുകയാണെന്ന് പറഞ്ഞത്? ഇതിപ്പോ നമ്മൾ പറഞ്ഞു തന്നെ ഇങ്ങനെ റിപ്പീറ്റ് മോഡിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആളുകൾ അല്ല. യെസ്, അതിൽ കൃത്യമായി ശ്രീ UDF കൺവീനർ വളരെ കൃത്യമായി ഇന്ന് തന്നെ അദ്ദേഹം ഇന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വളരെ കൃത്യമാണ്. 24 മണിക്കൂറിൽ ഒരു യൂട്ടേണും അല്ല അല്ലേ? ഇല്ലെന്നേ. അതെന്തിനാ സമ്മതിക്കുന്നത്? അദ്ദേഹം പറഞ്ഞത് ആസ് ഓഫ് നൗ ഇതാണ് ഇതിന്റെ സ്റ്റാറ്റസ് കോ, മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റും എന്നാണ് പോകേണ്ടതുണ്ട്. ശ്രീ പത്മനാഭൻ, ഇപ്പൊ ഇത് BJPക്ക് ഒന്നും ചെയ്യാതെ തന്നെ BJP എന്തൊക്കെയാണോ അധികാരത്തിൽ, ഇപ്പൊ നോക്കൂ, ബംഗാളിൽ അധികാരത്തിൽ വരുന്നു, അപ്പോൾ അവിടെ നടപ്പാക്കുന്ന പദ്ധതികളൊക്കെ കേരളത്തിൽ അധികാരത്തിൽ വരാതെ തന്നെ നിങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിയാണ്. അല്ല, ഇവിടെ ഒരു സാങ്കേതിക വിഷയമുണ്ട്. തമിഴ്നാടിന് കോടതിയിൽ പോയിട്ട് SSK ഫണ്ട് മുഴുവൻ കിട്ടിയെന്ന് പറയുന്നത് തെറ്റാണ്. ഞാൻ മദ്രാസ് ഹൈക്കോർട്ടിൻ്റെ കാര്യം പറയാം. ദി മദ്രാസ് ഹൈക്കോർട്ട് ഇൻ ഇറ്റ്സ് ഓർഡർ ഡേറ്റഡ് June 10, 2025 ഡയറക്റ്റഡ് ദി സെൻട്രൽ ഗവൺമെന്റ് ടു കൺസിഡർ എന്തിന് ഡീലിങ്കിങ് ദി RTA കോമ്പൗണ്ട് ഓഫ് SSA ആൻഡ് ഡിസ്ബേഴ്സ് ഫണ്ട്. RTA കോമ്പൗണ്ട് SSA തമ്മിൽ ഡീലിങ്ക് ചെയ്യുന്നതൊന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞു. തമിഴ്നാട് ഗവൺമെന്റ് തൃപ്തിയായിരുന്നില്ല. എ ബെഞ്ച് ഹെഡഡ് ബൈ ജസ്റ്റിസ് വിക്രംനാഥ് ഇഷ്യൂഡ് ഫോർമൽ നോട്ടീസ് ടു സെൻട്രൽ ഓൺ ആൻ അപ്പീൽ ബൈ ദി സ്റ്റേറ്റ് അഗൈൻസ്റ്റ് എ മദ്രാസ് കോർട്ട് ഡിസിഷൻ ഓൺ June 10 വിച്ച് ഡീലിംഗ് ദി റീഇംബേഴ്സ്മെന്റ്. ഇവിടെ പ്രശ്നം അതാണ്. ഇത് തമിഴ്നാട് സർക്കാർ SSK ഫണ്ട് മുഴുവൻ കിട്ടാനാണ് പോയത്, അത് കിട്ടിയിട്ടില്ല.
മദ്രാസ് ഹൈക്കോടതി പറഞ്ഞത് RTA കോമ്പോണന്റ് ഇതുമായി ഡീലിംഗ് ചെയ്യുന്നത് കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞു. സെൻട്രൽ ഗവൺമെന്റ് കൺസിഡർ ചെയ്തിട്ട് കുറെ പൈസ, അതായത് RTA കോമ്പോണൻസ് റിലീസ് ചെയ്തു കൊടുത്തു, 2,000 കോടി രൂപ. അതിൽ സാറ്റിസ്ഫൈഡ് അല്ല, തൃപ്തിയല്ല തമിഴ്നാട് ഗവൺമെന്റ്. അവർ സുപ്രീം കോടതി പോയി, ഇപ്പോഴും അവിടെ പെൻഡിങ് ആണ്, നോട്ടീസ് അയച്ചിട്ടേ ഉള്ളൂ, പെൻഡിങ് ആണ്. അപ്പൊ SSKയുടെ മുഴുവൻ ഫണ്ടും തമിഴ്നാടിന് കൊടുത്തിട്ടില്ല. അത് PM-ശ്രീയിൽ ഒപ്പിടാണ്ട് മുഴുവൻ ഫണ്ടും കൊടുക്കില്ല, സുപ്രീം കോടതിയിൽ പെൻഡിങ് ആണ്. RTA കോമ്പോണന്റ് അത് ഡീലിംഗ് അതൊന്ന് നിങ്ങൾ പരിശോധിക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞപ്പോൾ അത് പരിശോധിച്ചിട്ട് കുറച്ച് പൈസ RTA കോമ്പോണൻസ് വിട്ടുകൊടുത്തു എന്നേ ഉള്ളൂ. ഇപ്പോഴും പകുതി കാര്യങ്ങൾ അവിടെ കിടക്കുകയാണ്. SSK ഫണ്ട് മുഴുവനായി കിട്ടിയിട്ടില്ല, അതിട്ട് കിട്ടാനും പോകുന്നില്ല, PM-ശ്രീയിൽ ഒപ്പിടാണ്ട് കൊടുക്കുകയില്ല. അപ്പൊ ഇവിടെ എന്താ പറയുക, പലപ്പോഴും ഈ രാജ്യസഭയിൽ ചോദിക്കുമ്പോൾ മുഴുവൻ ചോദ്യങ്ങളും ചോദിക്കുന്നില്ല. ഇപ്പോൾ ഇന്നത്തെ ഈ അബ്ദുൾ വഹാബിന്റെ ചോദ്യത്തിൽ ഒരു yes or no പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം, ഒപ്പിട്ട സംസ്ഥാനങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പാടുണ്ടോ? ആ ചോദ്യം വരാത്തത് കൊണ്ട് yes or no ഇല്ല. ഇതേപോലെ തമിഴ്നാടിന് മുഴുവൻ ഫണ്ടും കൊടുത്തോ? ഇല്ല, RTA കോമ്പോണന്റ് മാത്രമാണ് കൊടുത്തത്. അത് തന്നെ മദ്രാസ് ഹൈക്കോടതി നിങ്ങളൊന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞപ്പോൾ കോടതിയെ ബഹുമാനിച്ച് ചെയ്തതാണ്. പിന്നെ ഇതൊന്നും മന്ത്രിതലത്തിൽ തീരുമാനിക്കുന്നതല്ല, ഇതൊക്കെ കേന്ദ്ര സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ അത് ഏതെങ്കിലും ഒരു മന്ത്രി പോയാൽ അതങ്ങ് കിട്ടുമെന്നൊക്കെ വിചാരിച്ചാൽ പിന്നെ ഒന്നും പറയാനില്ല, അത്രേ പറയാനുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ. ഇത് കോടതിയിലല്ല വാദിക്കും പോലെ അല്ല രാജ്യസഭയിൽ കാര്യങ്ങൾ വരിക. അവിടെ ചോദ്യവും ഉത്തരവും വരുമ്പോൾ ചോദ്യത്തിനുള്ള ഉത്തരവേ ഉണ്ടാവുള്ളൂ, എല്ലാ കാര്യങ്ങളും വിശദീകരിക്കില്ല, തലനാരിഴ കീറില്ല. ഇതിൻ്റെതായ ഒരു സാങ്കേതിക പ്രശ്നമാണ്. തമിഴ്നാടിന് മുഴുവൻ ഫണ്ടും കിട്ടിയിട്ടില്ല. അത് ഇപ്പോഴത്തെ നിയമപ്രകാരം, അതായത് കേന്ദ്ര നയപ്രകാരം അത് PM-ശ്രീയിൽ ഒപ്പിടാതെ മുഴുവൻ SSKന്റെ മുഴുവൻ ഫണ്ടും കിട്ടില്ല. ശ്രീ നൌഷാദ്, ഒരു പക്ഷേ നടപ്പാക്കിയേക്കും, ഒരു പക്ഷേ നടപ്പാക്കിയേക്കില്ല. അത് ബുധനാഴ്ച നമുക്കറിയാൻ കഴിയും അതിന്റെ ആ തീരുമാനം. അപ്പം നടപ്പാക്കാൻ തീരുമാനിച്ചാൽ ലീഗ് എന്ത് ചെയ്യും? പിന്നെ എന്നോട് ചോദ്യം ചോദിക്കുന്ന അപൂർവമായിട്ടാണ് ഈ ചർച്ചയിൽ, അതുകൊണ്ട് ഉത്തരം പൂർണ്ണമായിട്ട് പറയാൻ സമ്മതിക്കണം കേട്ടോ. നേരത്തെ സമ്മതിച്ചിട്ടില്ല, അതിലൊരു പ്രയാസം. മുസ്ലിം ലീഗിന്റെ നിലപാട് ഞാൻ പറഞ്ഞല്ലോ. ഇത് കേരളത്തിൽ PM-ശ്രീ നടപ്പിലാക്കുന്നതിന് അനുകൂലമല്ല മുസ്ലിം ലീഗിന്റെ നയവും നിലപാടും. അപ്പോൾ PM-ശ്രീ പദ്ധതിയിൽ നിന്ന് എങ്ങനെ നമുക്ക് പിന്മാറാം എന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടും അതിന് സാങ്കേതികമായിട്ടും നിയമപരമായിട്ടുള്ള വശങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മന്ത്രിസഭാ ഉപസമിതി വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ചർച്ചയുടെ തുടക്കം മുതൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ക്ഷീരബല 101 ആവർത്തിക്കുക എന്ന് പറഞ്ഞതുപോലെ UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു എന്ന് പറഞ്ഞു. അദ്ദേഹം കൃത്യമായി ഇന്ന് പത്രക്കാരോട് പറഞ്ഞിട്ടുണ്ട്, UDFന്റെ ഉന്നതാധികാര സമിതിയിൽ ഇന്നലെ ചേർന്ന UDF മീറ്റിങ്ങിൽ PM-ശ്രീയുമായി ബന്ധപ്പെട്ട് ഒരു വിഷയവും ചർച്ച ചെയ്തിട്ടില്ല. എന്തുകൊണ്ട് ചർച്ച ചെയ്തിട്ടില്ല? അത് മന്ത്രിസഭാ ഉപസമിതി ചർച്ച ചെയ്ത് നിയമവിദഗ്ധരുമായി, വിദ്യാഭ്യാസ വിചക്ഷണരുമായി സംസ്ഥാനത്തിൻ്റെ ഉത്തമ താല്പര്യത്തിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചർച്ച ചെയ്ത് മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് UDF-ൽ വന്ന് UDF അതിൽ നയപരമായൊരു തീരുമാനമെടുത്ത് എന്നിട്ടാണ് സർക്കാർ അതിൽ തീരുമാനമെടുക്കുക. അപ്പോൾ അത്രയും സാവകാശം ഇതിന് വേണ്ട. ഇതിൽ ഞാൻ വളരെ കൃത്യമായിട്ട് പറയുകയാണ്, ഈ ഇരുട്ടിൻ്റെ മറവിൽ പിണറായി വിജയൻ ഒപ്പുവെച്ച PM-ശ്രീയിൽ നിന്ന് വെളിച്ചത്തിൻ്റെ തെളിച്ചത്തിൽ എങ്ങനെ സംസ്ഥാനത്തെ രക്ഷിച്ചെടുക്കാം, അതിനോടൊപ്പം തന്നെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ SSKയുടെ ഫണ്ട് നമുക്ക് വേണം, അതുപോലെ തന്നെ ഇവിടെ SSAയുടെ ഫണ്ട് വേണം, സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ട കേന്ദ്ര സഹായങ്ങൾ വേണം. ഇതൊക്കെ വാങ്ങിയെടുക്കുകയും എന്നാൽ RSSന്റെ കാവ്യ അജണ്ട ഒളിഞ്ഞിരിപ്പുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ NEP അടക്കമുള്ള അവരുടെ അജണ്ടകൾ ഒളിഞ്ഞിരിപ്പുള്ള PM-ശ്രീ പദ്ധതി കേരളത്തിൽ ഒരു ഘട്ടത്തിലും നടപ്പിലാക്കില്ല. കേരളത്തിൽ അത് ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, തമിഴ്നാടിന് SSK ഫണ്ട് ലഭിച്ചതും ലഭിക്കാത്തതുമായ വശം പരിപൂർണമായി കൺകറന്റ് ലിസ്റ്റിലുള്ള വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ കൺകറന്റ് ലിസ്റ്റിലായതുകൊണ്ട് തന്നെ പരിപൂർണമായി കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് അവകാശപ്പെട്ട അർഹതപ്പെട്ട ഫണ്ടുകൾ വാങ്ങിയെടുക്കുകയും എന്നാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ സ്ഥാപിത താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രിട്ടാസ് ബ്രിഡ്ജിലൂടെ പോയി ഇരുട്ടിന്റെ മറവിൽ ഒപ്പുവെച്ചത്. ഞങ്ങൾ ഇരുട്ടിന്റെ മറവിൽ ഒന്നും ചെയ്യില്ല, പ്രബുദ്ധമായ മലയാളക്കരയെ ഈ കാവ്യ അജണ്ടയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇന്നലെയാണ് ആദ്യത്തെ UDF യോഗം ചേർന്നത്. ആ യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഈ സ്കൂളുകൾ തീരുമാനിക്കുമെന്നുള്ള തീരുമാനം UDFന്റെ കൺവീനർ പറഞ്ഞതാണ്. ഇന്ന് PK കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തെ തിരുത്തി, അതുകൊണ്ട് ഉച്ച കഴിഞ്ഞ് അദ്ദേഹം വന്ന് പറഞ്ഞതിൽ നിന്ന് U-ടേൺ അടിച്ചു. അപ്പൊ പിന്നെ അത് പറയണ്ടേ?
യു ടേൺ അടിച്ചതല്ല. ഐക്യജനാധിപത്യ മുന്നണിയിൽ അത്തരത്തിലൊരു ചർച്ച ഉണ്ടായിട്ടില്ല. അതാണ് ശരി. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞതാണ് ശരി. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞതാണ് ശരി. അത് ഇന്നലെ ചർച്ച ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അത് കഴിഞ്ഞുള്ള വാർത്താ സമ്മേളനത്തിൽ UDFന്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ കൺവീനർ അങ്ങനെ പറഞ്ഞത്? സ്കൂളുകൾ തെരഞ്ഞെടുക്കും, UDF തീരുമാനിക്കും ഏതൊക്കെ സ്കൂളുകളിൽ PM ശ്രീ നടപ്പാക്കുമെന്ന്. കൺവീനർ ആ പറഞ്ഞതിനെ കൺവീനർ തന്നെ കൃത്യമായി ക്ലാരിഫൈ ചെയ്ത് വ്യക്തമാക്കി എന്ന് പറഞ്ഞു. അതോടുകൂടി അത് അവസാനിച്ചു. ഇനി അതിൽ കൂടേണ്ട കാര്യമില്ല. അതായത് ലീഗ് തിരുത്തിയപ്പോൾ, ലീഗ് തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോൾ UDF നിലപാട് മാറ്റിയ അങ്ങനെയല്ലേ അതിനെ മനസ്സിലാക്കേണ്ടത്? അല്ല. ഐക്യജനാധിപത്യ മുന്നണി ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല. ചർച്ച ചെയ്യുക മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ്. അപ്പോഴും എന്റെ ആദ്യത്തെ ചോദ്യം, ചർച്ച ചെയ്യാതെ എന്തിനത് പറഞ്ഞു? അതുകൊണ്ടല്ലേ ഈ കോലാഹലം മുഴുവൻ ഉണ്ടായത്? അതിനെ ബഹുമാനപ്പെട്ട UDF കൺവീനർ തിരുത്തി പറഞ്ഞതോടുകൂടി അത് അവസാനിച്ചു. അദ്ദേഹം തിരുത്തി പറഞ്ഞല്ലോ, അങ്ങനെ ചർച്ച ഉണ്ടായിട്ടില്ല. അപ്പോഴും ചർച്ച ഉണ്ടാകാതെ എങ്ങനെയാണ് പത്രക്കാരൊന്ന് കൂടി അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചപ്പോൾ അന്ന് അദ്ദേഹം തന്നെ വിശദീകരിച്ചുകൊണ്ട് ഞാനും അത് പറയേണ്ട കാര്യമില്ലല്ലോ. ഐക്യജനാധിപത്യ മുന്നണിയെ ചർച്ച ചെയ്തിട്ടില്ല. UDFന്റെ എല്ലാ ഘടകകക്ഷി നേതാക്കളും പങ്കെടുത്ത സമ്പൂർണ്ണമായ UDF യോഗമാണ്, മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന UDF യോഗമാണ്. അതിൽ PM ശ്രീയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ചർച്ച ചെയ്തിട്ടില്ല. UDF ചർച്ച ചെയ്യാത്തൊരു കാര്യത്തെക്കുറിച്ച് UDF അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. UDF കൺവീനർ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞല്ലോ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇന്നലെ പറഞ്ഞതിനെ നമ്മൾ മുഖവിലേക്ക് എടുക്കണ്ട. 24 മണിക്കൂർ ആയുസില്ലേ ഒരു വാചകത്തിന്? അല്ല, അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഇന്നലെ പറഞ്ഞ സാഹചര്യം എന്താണ് എന്നും UDF എന്താണ് തീരുമാനിച്ചത് എന്നും കൃത്യമായി UDF കൺവീനർ ഇന്ന് പറഞ്ഞു. ഇന്നലെ ഇന്ന് പറഞ്ഞ ചർച്ച ഇന്നലെ കഴിഞ്ഞു പോയതല്ല. ഇന്നലെ കഴിഞ്ഞു. അതിന്റെ വിശദീകരണം UDF കൺവീനർ തന്നെ പറഞ്ഞല്ലോ, പിന്നെ ഞാനത് പറയേണ്ട കാര്യമില്ല. ശരി, നമ്മുടെ സമയം അതിക്രമിച്ചു. എനിക്ക് ഒരു കാര്യം കൂടി, ഇപ്പം നിങ്ങളുടെ MLA PK നവാസ് പണ്ട് ഇട്ടൊരു പോസ്റ്റ് ഉണ്ട്. UDFന്റെ കേരളം മുട്ടുമടക്കില്ല, മടക്കാൻ പാടില്ല, 4.5 വെള്ളിക്കാശിന് RSSന്റെ അറവുശാലയിലേക്ക് കേരളത്തിലെ ക്ലാസ് മുറികളെ ഒറ്റിക്കൊടുത്തവരുടെ ദുഷ്പ്രചരണങ്ങളെ തള്ളിക്കളയണം, ഓന്ത് നാണിക്കും സഖാക്കളെ എന്നൊക്കെ. ഓന്ത് നാണിക്കേണ്ടി വരുമോ ഇനിയിപ്പോ ബുധനാഴ്ച നിങ്ങൾ ഇത് നടപ്പാക്കാൻ തീരുമാനിച്ച? ഇല്ല. UDFന്റെ നിലപാട് എന്ന് പറയുന്നത്, മുസ്ലിം ലീഗിന്റെ നിലപാട് എന്ന് പറയുന്നത് ഈ RSSന്റെ കാവ്യ അജണ്ടയെ ഒരു ഘട്ടത്തിലും പ്രബുദ്ധമായ കേരളത്തിലേക്ക് കൊണ്ടുവരില്ല എന്ന് തന്നെയാണ്. ശരി, സമയം അതിക്രമിച്ചതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ പാനലിസ്റ്റുകൾക്കും. എന്തായാലും ശ്രീ വസന്ത് സുരിയൊക്കെ നമുക്ക് ഈ സൂപ്പർ പ്രൈം ടൈം ചർച്ചയിൽ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. അടുത്ത ബുധനാഴ്ച അദ്ദേഹം നമുക്കൊപ്പം ഉണ്ടാകും. ഇത് നടപ്പാക്കാൻ തീരുമാനിക്കുകയാണെങ്കിലും അദ്ദേഹം ഉണ്ടാകും, ഉറച്ചു നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ ബുധനാഴ്ച PM ശ്രീയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ വൈകിട്ടത്തെ ചർച്ചയിൽ, മാധ്യമ ചർച്ചകളിൽ കോൺഗ്രസിന്റെ പ്രതിനിധി ഉണ്ടാകുമോ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം.